നമ്മുടെ വിഷയം. ഫദഖല അലയ്യൻ നബി, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ റൂമിലേക്ക് കടന്നു വന്നു. വന ഉഖല്ലിബു യദയ്യ, ഞാൻ എൻ്റെ രണ്ട് കൈയും ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ കൈയിട്ടിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. എന്റെ കൈ തിരിച്ചു മറിച്ചു ഞാനിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കൈകളിൽ ഏത് കൈയാണ് അല്ലാഹു മുറിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ പേടിച്ചു നോക്കുകയാണ് നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തങ്ങളാ പറഞ്ഞ വാക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായതിന്റെ പേരിൽ തങ്ങളത് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ആ വാക്കർത്ഥ പ്രകാരം ആയിഷ ബീവി അർത്ഥം വെച്ചതാണ് കൈ മുറിഞ്ഞു പോകട്ടെ എന്നല്ലേ. ആ അസീറിനെ നോക്കാതെ അശ്രദ്ധയായതിന് നബി തങ്ങൾ ദേഷ്യം പിടിച്ചു പറഞ്ഞത്. അതുകൊണ്ട് നബിയെ എന്റെ കൈ മുറിഞ്ഞു പോകുമോ, എന്റെ ഏത് കൈയാണ് മുറിയുന്നത് എന്ന് ഞാനിങ്ങനെ നോക്കുകയാണ്. അതാ ഞാനിങ്ങനെ കൈ ഇങ്ങനെ തിരിക്കാൻ കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴേക്കും ഹബീബിന് വേദനയായി. ആയിഷ ബീവിക്ക് അത് വേദനയായി എന്ന് തോന്നിയപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും. വീട്ടിലൊക്കെ എത്ര വലിയ പോസ്റ്റ് മാരിറ്റൽ ക്ലാസ്സുകൾ കേട്ടാലും കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് എങ്ങനെ പെരുമാറണം ഒക്കെ എത്രയൊക്കെ കൗൺസിലിങ്ങോ ക്ലാസ്സോ ഒക്കെ കേട്ടാലും ചിലപ്പോൾ നമ്മുടെ നാവെന്ന് വരാനുള്ളത് അങ്ങ് വരും. പിന്നെ ആയിരിക്കും പറഞ്ഞത് തെറ്റായി പോയല്ലേ, പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നണം എന്നാ, തെറ്റ് സംഭവിച്ചാൽ തെറ്റായി എന്ന് തോന്നണം. അതൊരു നല്ല സ്വഭാവമാണ്. എന്നിട്ട് മാപ്പ് പറയണം എന്ന് വിചാരിക്കല്ലേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഭാര്യയോട് പറയണം. ഭാര്യയുടെ നാവിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അവളും പറയണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല കേട്ടോ, ആ സമയത്ത് അങ്ങനെ വന്നുപോയി. അങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാരിലെ ധൃതിയിലും ദേഷ്യത്തിലൊക്കെ അങ്ങ് എന്തെങ്കിലും പറഞ്ഞു പോകും. ആ വാക്കുകൾ ഒരു കുത്തുപോലെ അവിടെ കിടക്കും മനസ്സിൽ. പുണ്യനബി തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹമിദല്ലാഹ്, മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് സ്വഹാബികൾക്ക് കൈമാറാനാണ്. ഖുതുബക്ക്, ജുമുഅ ഖുതുബക്ക് കയറും നബി തങ്ങൾ. ഖുതുബ അല്ലാത്ത സമയത്തും നബി തങ്ങൾ മിമ്പറിൽ കയറാറുണ്ട്. അപ്പൊ നമ്മൾ ചില സമയത്ത് കേൾക്കൂലേ, ചില റിവായത്ത് ഖുതുബന്റെ ഇടയിൽ ആളുകൾ ചോദിച്ചു, നബി തങ്ങൾ മറുപടി പറഞ്ഞു, അങ്ങനെ കേൾക്കും. തങ്ങൾ മിമ്പറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, തങ്ങൾ ഇങ്ങനെ മറുപടി പറഞ്ഞു. ആ മിമ്പറിൽ എന്നത് വെള്ളിയാഴ്ചയാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടാത്ത സമയം, ഒരു പക്ഷേ വെള്ളിയാഴ്ച അല്ലാത്ത സമയത്ത് നബി തങ്ങൾ മിമ്പറിൽ കയറി ആഹ്വാനങ്ങൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് ചോദിച്ച ചോദ്യമാകാം, അങ്ങനെയും അതിനൊരു വ്യാഖ്യാനമുണ്ടാകാം. എന്നല്ലാതെ മിമ്പറിൽ കയറി സംസാരിച്ചപ്പോഴൊക്കെ അത് ജുമുഅ നിസ്കാരത്തിന്റെ മിമ്പറിൽ, ജുമുഅയുടെ ഖുതുബയുടെ മിമ്പറായിരുന്നു എന്ന് എല്ലാ മിമ്പറിൽ കയറി തങ്ങൾ പറഞ്ഞതിനെയും വിശ്വസിക്കുക വയ്യ. കാരണം തങ്ങൾ പല ഘട്ടങ്ങളിലും മിമ്പറിൽ കയറി സംസാരിച്ചിട്ടുണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നബി തങ്ങൾ പറയാറുള്ളത്. ഫഹമിദല്ലാഹ് വഅസ്നാ അലൈഹി. ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് വിഷമം തോന്നി. ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് ഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതി പറഞ്ഞുകൊണ്ട് തുടങ്ങി. തങ്ങൾ ഒരു ചെറിയൊരു കൊച്ചു ലഘു ഭാഷണം നടത്താൻ പോവുകയാണ് എന്നാണ് അതിനർത്ഥം. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ മിമ്പറിൽ കയറി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മദീന പള്ളിയുടെ ഓരങ്ങളിലുള്ള മുഴുവൻ ആളുകളും പള്ളിക്കുള്ളിലേക്ക് ഓടിക്കൂടും. എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കും. അങ്ങനെ എല്ലാവരും കയറിയിരുന്നു. പുണ്യ നബി തങ്ങൾ ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് തങ്ങൾ കൈ ഉയർത്തി അല്ലാഹുവിലേക്ക്. എന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അല്ലാഹുമ്മ, ലോകരക്ഷിതാവായ അല്ലാഹുവേ, ഇന്നി ബശറുൻ അഗ്ളബു, പടച്ചവനെ ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ദേഷ്യം വന്നു പോകാറുണ്ട്. കമാ യഗ്ളബുൽ ബശറു, മനുഷ്യരെ ദേഷ്യം പിടിക്കുന്ന പോലെ ഞാനും ദേഷ്യം പിടിക്കാറുണ്ട്. ഫഅയ്യുമാ മുഅ്മിനിൻ ഔ മുഅ്മിനത്തിൻ ദഅഉതു അലൈഹി, ഏതെങ്കിലും ഒരു മുഅ്മിനിനോ ആണിനോ മുഅ്മിനായ പെണ്ണിനോ എതിരായി ഞാൻ എന്തെങ്കിലും നിന്നോട് ദുആയായി പറഞ്ഞു പോയ വാക്കുകൾ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഫജ്അൽഹു ലഹു സകാതൻ വതുഹൂറാ, അല്ലാഹുവേ എന്റെ പ്രാർത്ഥനക്കനുസരിച്ച് ഒന്നും നീ ഉത്തരം കൊടുത്തവർക്ക് പ്രയാസമുണ്ടാക്കരുതേ. ഞാനെങ്ങാനും അങ്ങനെ ആയിഷ ബീവിയോട് പറഞ്ഞ പോലെ നിന്റെ കൈകളെല്ലാം മുറിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കർത്ഥം അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ചെയ്യരുത് റബ്ബേ. ഫജ്അൽഹു ലഹു സകാതൻ വതുഹൂറാ, അവരുടെ ഈമാൻ വർദ്ധിക്കുവാനും അവർക്ക് തസ്കിയത്തുണ്ടാകാനും അവരുടെ ഹൃദയം ശുദ്ധിയാവാനും കാരണമാകുന്ന അമലായി മാറ്റിക്കൊടുക്കണമേ. ഞാൻ ആ പറയുന്ന വാക്കൊരിക്കലും ഒരു അദാബായി അവർക്ക് പുലർത്തരുതേ റബ്ബേ.
സകിലത്ക ഉമ്മുക യാ മുആദ്. നബി തങ്ങൾ പറഞ്ഞ വാക്കുകളിൽ കാണും സകിലത്ക ഉമ്മുക. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? മേ യുവർ മോം ലൂസ് യു. നിന്റെ ഉമ്മാക്ക് നീ നഷ്ടപ്പെടട്ടെ എന്ന വാക്കിന്റെ അർത്ഥം. സകിലത്ക ഉമ്മുക, നീ മരിച്ചുപോയി, നിന്റെ ഉമ്മ. സഖില, വാവിട്ട് ഒരു കുഞ്ഞ് മരിച്ചതിന് സങ്കടപ്പെട്ട് കരയുന്ന പെണ്ണിനെയാണ് സഖില എന്ന് പറയാ. സഖിലത്ക ഉമ്മുക തങ്ങളുടെ വാക്കുകളിൽ വരാറുണ്ട്. അതെന്തിനാണെന്നറിയോ? എന്താ നീ വിചാരിച്ചത് എന്ന് ചോദിക്കാൻ അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. അത്രയേ ഉള്ളൂ. അതിന് ഉമ്മ മരിക്കട്ടെ എന്ന് ഒരു അർത്ഥമില്ല. മുആദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, പൊന്നാര നബിയെ, നമ്മൾ ഈ നാവ് കൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ നാളെ അല്ലാഹ് ചോദിക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ പറയുന്നത് എന്തൊക്കെ പറയുന്നുണ്ട്, എത്രയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ വിസ്തരിക്കാൻ നിന്നാൽ പൊന്നാര നബിയെ നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ, പരാജയപ്പെടൂലേ? നമ്മൾ പറയുന്ന മഹാൻ ചോദിച്ചതാ, നമ്മൾ ഈ പറയുന്നതൊക്കെ അല്ലാഹു തആല ചോദ്യം ചെയ്യോ നബിയെ? അപ്പൊ നബി തങ്ങൾ തിരിച്ചൊരു മറുപടി പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ്. മുആദേ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? എന്റെ വാക്കർത്ഥം എന്താ? മുആദേ, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഉമ്മ വേദനിച്ച് കരയട്ടെ, അതാണ് ആ വാക്കർത്ഥം. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് നബി തങ്ങൾ പറഞ്ഞു, മുആദേ, നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയോ? വഹൽ യകുബ്ബുന്നാസ അലാ വുജൂഹിഹിം ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയ, നാവുകൊണ്ട് പറഞ്ഞു കൂട്ടിയ വാക്കുകൾ കാരണമല്ലാതെ എന്തുകൊണ്ടാണ് ആളുകൾ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്? വാക്കുകളാണ്. മനുഷ്യൻ എഴുതുകയും പറയുകയും ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് തന്നെയാണ് അധികം ആളുകളും നരകത്തിൽ പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മൈൻഡ് യുവർ വേർഡ്സ്. നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണം. മാതെന്നവർ വിചാരിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നില്ലേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ആ മറുപടിയിൽ, സകിലത്ക ഉമ്മുക യാ മുആദ്. അതുപോലെയുള്ള വാക്കുകളെ തങ്ങൾ ഈ പറയുന്ന ദുആ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചു പോകുമ്പോൾ, ഒരാരുടെയും ഉമ്മ മരിക്കരുത് റബ്ബേ, ഞാൻ ആർക്ക് വേണ്ടിയാണോ പറഞ്ഞത് അവർക്ക് നീ ഹൃദയശുദ്ധിയും പരിശുദ്ധിയും പരിപാവനത്വവും ശുദ്ധിയും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, അവരെ നീ സ്ഥാനമുയർത്തി കൊടുക്കണമേ എന്നാണ് അള്ളാഹുവിനോട് നബി തങ്ങൾ ചോദിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ, അള്ളാഹു നിങ്ങൾക്ക് തസ്കിയത്തും തസ്ഫിയത്തും തുഹാറത്തും, അള്ളാഹു നിങ്ങളുടെ മനസ്സിന് ശുദ്ധിയും പരിശുദ്ധിയും വർദ്ധിപ്പിച്ചു തരട്ടെ. ആയിഷ, നിങ്ങളുടെ കയ്യൊന്ന് മുറിയിലെ കൈയൊക്കെ താഴ്ത്തി വെച്ചേക്കെന്ന് പറഞ്ഞു. എന്തേ? തങ്ങൾ ആ വാക്ക് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നബി തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം നമ്മൾ ചർച്ചക്കെടുത്താൽ ഒരുപക്ഷെ ഭയങ്കരമായ നിരാശ വന്നു പോകും ചില ആളുകൾക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ പടച്ചോനെ? ഇതൊക്കെ നടക്കുന്നത് തന്നെയാണോ? അതുകൊണ്ട് പല വിഷയങ്ങളും പല ഹദീസുകളും പൊതുജനങ്ങളുടെ മുമ്പിൽ വഅദുൽ ഉസ്താദുമാർ പറയൂല. എന്തേ? അത് പറഞ്ഞാൽ കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം, അങ്ങനെയാണല്ലോ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതും അവരുടെ വിവരത്തിന്റെ ലെവലനുസരിച്ച് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഹബീബായ തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഹൽ തുഹിബ്ബൂന യുകദ്ദബല്ലാഹു വറസൂലുഹു തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഓരോന്നും സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യും. ആ പറഞ്ഞത് നടന്നിരിക്കും. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ അത് സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കുകൾ സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. ഇത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ പുണ്യനബി ഒറ്റക്കുണ്ടാക്കി പറയാറില്ല. അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതേ നബി തങ്ങൾ പറയൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് കദായിമാ. മക്കയിലെ പർവ്വതങ്ങൾക്ക് തുരങ്കങ്ങളുള്ളത് നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ, ഹദീസിലുണ്ട്. എത്ര തുരങ്കങ്ങളുണ്ട് മക്കത്ത്? മിനാക്ക് പോകാനും അറഫീക്ക് പോകാനും ഒക്കെ തുരങ്കം തന്നെ. മക്കൾക്ക് ചുറ്റും ടണലല്ലേ? തങ്ങൾ പറഞ്ഞ കാര്യമാണ്.
എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കാനുള്ള ടെക്നോളജിയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിനർത്ഥം അല്ലേ. ഹന്തക്ക് യുദ്ധം നടന്ന സ്ഥലം നമുക്ക് വഴി ചർച്ചയിൽ വരുന്നുണ്ട്. 100 മീറ്റർ പഴയ ഹന്തക്ക് ഉണ്ടായിരുന്ന സ്ഥലം, ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു പഴയ ഹന്തക്ക് നബി തങ്ങളുടെ കാലത്തുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ അടുത്ത കാലത്ത് ഒരു ടീമിന് കോൺട്രാക്ട് കൊടുത്തൊരു 100 മീറ്റർ താഴേക്ക് കുഴിക്കാൻ നോക്കിയപ്പോഴേക്കും അവരുടെ മെഷീനൊക്കെ പൊട്ടിപ്പോയി തുടങ്ങി. അങ്ങനെ നിർത്തിയിട്ട് വേറെ ടീമിന് കരാറ് കൊടുക്കാൻ തീരുമാനം, പിന്നെ സ്റ്റോപ്പ് ചെയ്തതാണ്. നോക്കണം, അന്ന് സ്വഹാബിമാർ അവരുടെ കയ്യിലുള്ള ആക്സ് കൊണ്ടും കയ്യിലുള്ള മിഅ്വൽ കൊണ്ടൊക്കെ അവരത് നേടിയെടുത്തു. സുബ്ഹാനല്ലാഹ്, 6-7 മീറ്റർ ആഴവും വീതിയും ഉണ്ടായിരുന്ന ആ ഒരു കിടങ്ങ് ഇന്ന് നമുക്ക് ടെക്നോളജി കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, പ്രയാസമാണ്. പറ്റായില്ല എന്ന് പറയില്ല, കാരണം പാറ തുറക്കുന്നില്ലേ, മനുഷ്യന് ഭൂമി തുറക്കുന്നില്ലേ, പോസിബിൾ ആണ്. പക്ഷെ അത്ര ഈസി അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. പക്ഷെ തങ്ങൾ പറഞ്ഞു, മക്കയുടെ മലകൾക്ക് തുരങ്കങ്ങളുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അന്ത്യനാളിൽ അതിന്റെ നിഴല് വിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. തങ്ങൾ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംഭവിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, 100 കണക്കിന് അലാമാത്തു സുഗ്റ, അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങൾ 100 കണക്കിനാണ്. അലാമാത്തുൽ കുബ്ര, വിരലെണ്ണാവുന്ന കാര്യങ്ങളാണ് വലിയ വലിയ ഖിയാമത്തിന്റെ അടയാളങ്ങൾ. മസീഹ് ദജ്ജാലിന്റെ വരവും ദാബത്തുൽ അർദും മറ്റു കാര്യങ്ങളൊക്കെ, തുലൂഉ ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ എണ്ണപ്പെട്ട വളരെ ചെറിയ വലിയ അടയാളങ്ങൾ. പക്ഷെ അതിന്റെ മുമ്പുള്ള ജൂനിയർ മൈനർ സയൻസ് ഓഫ് എൻഡ് ടൈം ഒരുപാട് നമ്മൾ അത്ഭുതപ്പെട്ടു. അതിൽപ്പെട്ടതാ തഖാറുബുൽ അസ്മാനി വൽ അസ്വാഖ്, സൂക്കുകൾ, അങ്ങാടികൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കി, നമ്മുടെ ആമസോൺ സൂക്കടക്കം sook.com ഉണ്ട്, ആമസോൺ ഉണ്ട്, പിന്നെ എന്തൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ നാട്ടിൽ വേറെ എന്തൊക്കെ ഉള്ളത്, കാർട്ടുകളില്ലേ. ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യന്റെ വീട്ടിലെ സോഫയിൽ കൗച്ചിലിരുന്നിട്ട് നെക്കിക്കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ സാധനം ഡെലിവറി ആവുക. എവിടെയാണ് ഈ സൂക്ക് കിടക്കുന്നത്? നിങ്ങളുടെ വിരലിനുള്ളിൽ. ആവശ്യമുള്ള ഫ്രിഡും പിന്നെ മൈക്രോവേവ് ഓവനും മൊബൈൽ ഫോണും അതിന്റെ കവറും അതിന്റെ സ്റ്റിക്കറും എന്തൊക്കെ വേണോ അതിന്റെ ആക്സസറീസ് മുഴുവൻ നിങ്ങളുടെ ഫോണിൽ നിന്നുകൊണ്ട് നെക്കിയാൽ കിട്ടുന്ന അങ്ങാടി നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിനുള്ളിൽ ഒരു മാർക്കറ്റ് ഉണ്ടെന്നതിന്റെ അർത്ഥം. തഖാറുബുൽ അസ്വാഖി വൽ അസ്മാൻ, സമയവും സൂക്കുകളും മനുഷ്യന്റെ മുമ്പിലേക്ക് അടുത്തടുത്ത് വരുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണ്. ഞങ്ങൾ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ വിചാരിച്ചു, എത്ര അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചു. സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത് അല്ലേ. സമയം വളരെ പെട്ടെന്ന് ഓടുകയാണ്. എത്ര പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞ് കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് വല്ലിപ്പയായി നമ്മളൊക്കെ മാറുന്നത്. എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോയത്. 20-30 കൊല്ലം ജോലി ചെയ്തും അല്ലാതെയും നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോകുന്നത് എത്ര ഫാസ്റ്റായിട്ടാണ്, വളരെ പെട്ടെന്നാണ്. എൻ്റെ ചെറിയൊരു മോള്, 10 വയസ്സായ മോള്, സ്കൂളിൽ ഞങ്ങൾ ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ മോള് പറയാ, അബി എത്ര പെട്ടെന്നാണല്ലേ ഈ 2024 കഴിഞ്ഞു പോയത്, നവംബർ ആവാനായല്ലേ. എനിക്ക് തോന്നുന്നു 2024 that was much more faster than before. പറഞ്ഞു, മോളെ അങ്ങനെ തന്നെ, എല്ലാ സമയവും അങ്ങനെ തന്നെയാണ്. സമയം സ്പീഡിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുക, നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഏജ് ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. സമയം പെട്ടെന്ന് ഓടുകയാണ്. നമ്മൾ അത് സൂര്യന്റെ കറക്കം അങ്ങനെ തന്നെയാണ്, ഭൂമിയുടെ കറക്കവും അങ്ങനെ തന്നെയാണ്. പക്ഷെ എവിടെ ഓടുന്നത്? the way we feel it, അല്ലേ? നമ്മൾ അങ്ങനെയാണ് അതിനെ അനുഭവിക്കുന്നത്. എന്നല്ല സൂര്യന്റെ സ്പീഡ് കൂടിയിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് ട്രെയിനിന് വന്നപ്പോൾ ട്രെയിന് 5:20 എത്തേണ്ട ട്രെയിൻ മംഗലാപുരത്ത് എത്തിയത് 4:45. അരമണിക്കൂർ നേരത്തെ എത്തിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിക്കൽ വളരെ അപൂർവമാണ് അല്ലേ. സമയം പിന്നോട്ട് സംഭവിക്കുകയോ മുന്നോട്ട് സംഭവിക്കുകയോ ഒന്നും ലോകത്ത് നടക്കുന്നില്ല. നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മൾ അനുഭവിക്കുന്നത് ഫാസ്റ്റ് ആയിട്ടാണ്, വളരെ പെട്ടെന്ന്. ഇന്നലെ കഴിഞ്ഞ പോലെ നമുക്ക് തോന്നുകയാണ്. ഇങ്ങനെയൊക്കെ തോന്നുന്ന അനുഭവങ്ങൾ അന്ത്യനാളിനോടനുബന്ധിച്ച് വരുമെന്ന്. അതെന്തുകൊണ്ടാണ്? മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരു ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, എത്രയോ ഒരു കാര്യം നമ്മൾ ചെയ്തിരുന്നത് 10 കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ സാധ്യമാകത്തക്ക വിധം ടെക്നോളജിയും ട്രാൻസ്പോർട്ടേഷനും സംവിധാനങ്ങളും ഒക്കെ വളരും എന്ന് തന്നെയല്ലേ പറഞ്ഞ വാക്കിനർത്ഥം. വസദഖ റസൂലുള്ളാഹ്, പുണ്യനബി പറഞ്ഞത് സത്യമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിക്കണം, സ്പീഡാക്കണം. ഞാൻ ഇന്നലെ രാത്രി 8:30 മണിക്ക് അബുദാബിയിൽ നിന്ന് രാത്രി ഇന്നലെ 8:30 മണിക്ക് ലാൻഡ് ചെയ്തു മലപ്പുറത്ത്. ഒരു വയത് കഴിഞ്ഞു
രാവിലെ ഒരു വീട്ടിൽ വിശ്രമിച്ചു, സുബഹിസ്കാരം കഴിഞ്ഞ് തിരൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ചു, കണ്ണൂർ വന്നു, അവിടെ ഒരു കല്യാണത്തിന് കൂടി നിക്കാഹ് ചെയ്തു കൊടുത്തു, കഴിഞ്ഞ് വീണ്ടും മംഗലാപുരത്ത് വന്നു, കഴിഞ്ഞൊരു പള്ളിയിൽ ചെറിയൊരു മജ്‌ലിസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ എത്തി എന്ന് പറഞ്ഞ് രാവിലെ തിരിച്ചു പോകുന്നു. ഇത്രയും കിലോമീറ്ററുകൾ നമ്മൾ എത്ര പെട്ടെന്നാ യാത്ര ചെയ്യുന്നു. ഇതൊക്കെ മുമ്പ് സാധിക്കുമായിരുന്നോ? ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ നിന്ന് മംഗലാപുരത്തൊക്കെ നടന്നുപോയി പിറ്റേ ദിവസമായിരിക്കും മംഗലാപുരത്ത് തിരിച്ചു വരിക അല്ലേ? ഇന്ന് നമ്മൾ എത്ര ദൂരങ്ങളാണ് ട്രെയിനിലും ഫ്ലൈറ്റിലും കാറിലും വണ്ടിയിലും നടന്നിട്ടും അല്ലാതെയും മൾട്ടി ടാസ്കിങ് നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് സമയം പെട്ടെന്ന് പോകുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ തങ്ങൾ സമയം പെട്ടെന്ന് കടന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രം നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ടെക്നോളജിയും സംവിധാനങ്ങളും മനുഷ്യന്റെ ലൈഫ് സ്റ്റൈലും ഒക്കെ മാറിയിരിക്കും എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇതൊക്കെ 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സംഭവിച്ചിരിക്കും. ഇനി മഹ്ദി ഇമാം വരുമെന്ന് പറഞ്ഞത്, മഹാനായ ഈസ നബി അലൈഹിസ്സലാം വരുമെന്ന് പറഞ്ഞത്, ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു മോചനം നൽകുമെന്ന് പറഞ്ഞത്, അല്ലാഹു ഫലസ്തീനിലെ നമ്മുടെ പാവങ്ങളായ സഹോദര സഹോദരിമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മപെങ്ങന്മാർ, നിരപരാധികളായ സിവിലിയൻസ്, അല്ലാഹുവേ നീ അവർക്ക് തുണ ണേ പടച്ചവനെ. അല്ലാഹു നിന്റെ കാരുണ്യം ചൊരിയണേ റബ്ബേ. യുദ്ധങ്ങൾ അവസാനിക്കണേ റബ്ബേ. അവിടെയാണെങ്കിലും യുക്രൈനിലാണെങ്കിലും ലെബനോനിലാണെങ്കിലും എവിടെയൊക്കെ ആവട്ടെ, യുദ്ധങ്ങൾ ഒരിക്കലും ആർക്കും നല്ലതല്ല. യുദ്ധങ്ങൾ ഡിസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പടച്ച തമ്പുരാനെ, ലോകത്ത് സമാധാനം നീ പുനഃസ്ഥാപിക്കണമേ തമ്പുരാനെ. അത് ഏത് ജാതിയും ഏത് മതവും ആരോ ആയിക്കോട്ടെ, മനുഷ്യരാണ്. മനുഷ്യരുടെ ചോര ചിന്തി കാണാൻ മാത്രം മനുഷ്യന് കൊതിയൂറുന്നത് മനുഷ്യൻ മൃഗമായി അധപ്പതിക്കുമ്പോഴല്ലയോ നമ്മൾ പേടിക്കുകയാ. തങ്ങൾ പറഞ്ഞു, ഹറജും മറജും ലോകത്ത് വർദ്ധിക്കുന്ന ഒരു കാലം വരും. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, മൽ ഹറജു വൽ മറജു യാ റസൂലല്ലാഹ്, നബിയേ what do you mean by ഹറജ് ആൻഡ് മറജ്? എന്താണ് അതിന്റെ അർത്ഥം? ഖാല അൽ ഖത്ൽ, മർഡർ, കില്ലിംഗ് ലോകത്ത് വർദ്ധിക്കും, കൊലപാതകങ്ങൾ വർദ്ധിക്കും. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ലാ യഅരിഫുൽ ഖാതിലു ഫീമ ഖതൽ, the murderer doesn't know why he kills. എന്തിനാണ് ഒരാൾ വന്നൊരാൾക്കൂട്ടത്തെ വെടിവെച്ചു കൊല്ലുമ്പോ ഞാൻ എന്തിനാണ് ഈ മനുഷ്യനെ, ഈ കുട്ടിയെ, ഈ ഉമ്മയെ, സ്വന്തം ഉമ്മയും വാപ്പയും വെടിയേറ്റ് മരിച്ച കാറിനുള്ളിൽ കിടക്കുന്ന ഫലസ്തീനി വനിത, 15 വയസ്സുള്ള മോള്, ആ മോൾക്ക് നേരെ തുരുതുരാ 10-25-30ഓളം വെടിയുണ്ടകൾ ഉതിർത്ത് ആ മോളെ കൊല ചെയ്തിട്ട് സ്വന്തം കൊച്ചുപെങ്ങൾ ബാക്കിയായപ്പോ ആ പിഞ്ചു കുഞ്ഞിനെ എടുത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തകർ കാറിലേക്ക് ഓടുമ്പോ ആ രണ്ടുപേരെയും വെടിവെച്ചിടുന്ന സൈന്യം നമ്മൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ആ പിഞ്ചു പൈതലിനെയും തുരുതുരാ വെടിവെച്ചു കൊല്ലുന്ന ക്രൂരത. എന്തിന് ഈ പിഞ്ചു പൈതൽ എന്തു ചെയ്തു നിന്നോട്, ആ സൈനികനോട്? അറിയൂല. എന്തിനാ നൂറുകണക്കിന് ആളുകളുടെ തലക്ക് മീതെ വന്ന് ബോംബെറിയുന്നത് അറിയുമോ? ലാ യഅരിഫുൽ ഖാതിലു ഫീമ ഖതൽ, കൊല്ലുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് ഇവരെ കൊല്ലുന്നത്. വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല why I am being killed, എന്തിനാണ് ഇവരെന്നെ കൊല്ലുന്നത്, ഞാൻ എന്തു ചെയ്തു ഇവരോട്. അങ്ങനത്തെ കാലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസദഖ റസൂലുള്ളാഹി, അവിടുന്ന് പറഞ്ഞത് സത്യമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ലയബ്ലുഗു ഹാദദ്ദീൻ മാ ബലഗൽ ലൈലു വന്നഹാർ, this deen, this religion will reach each and every corner of the world where there is day and nights. പകലും രാത്രിയുമുള്ള ഭൂമിയുടെ ഏത് കോണിലും ഈ ദീനെത്തും. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിജി ഐലൻഡിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ഒക്കെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യർ ഇന്ന് ലോകത്തുണ്ട്. അത്ഭുതമല്ലേ? ചൈനയിലുണ്ട്, ജപ്പാനിലുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, യുകെയിലുണ്ട്, എല്ലായിടത്തും. അത് തുടങ്ങിയത് ഉമ്മുൽ ഖുറായിൽ നിന്നാണ്. ഇത് ഹബീബിന്റെ വാക്കാണ്. എന്നിട്ട് പറഞ്ഞു, അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ, the goodness is in me and my nation until the end time. ലോകാവസാനം വരേക്കും എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് നന്മയുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഹദീസ് അങ്ങനെ തന്നെയാണ്. നമ്മൾ എണ്ണപ്പെട്ട അഫ്റാദുകൾ നമ്മൾ മോശക്കാരായിരിക്കാം, പക്ഷേ ഈ ഉമ്മത്തിൽ ഖൈറുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ ഉമ്മത്തിലാണ് ഖൈറുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നിരാശപ്പെടേണ്ടത് ഇതൊക്കെ ഹബീബിന്റെ വാക്കുകളാണ്. ഇത് പറയുമ്പോൾ ആ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ ഇത് നബിതങ്ങൾ എന്ന ഒരു നബിതങ്ങളുടെ ബശരീയത്തിന്റെ രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നബിതങ്ങളുടെ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും നൂറിലൂടെയാണ് ആ വാക്കുകളെ നമ്മൾ കാണേണ്ടത്. അതങ്ങനെ തന്നെയായി പുലരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഏതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളുടെ ഖതഅല്ലാഹു യദൈകി എന്ന വാക്ക് പറഞ്ഞപ്പോൾ എന്റെ കൈ മുറിഞ്ഞറ്റ് വീഴുമോ എന്ന് ബീവി പേടിച്ചരണ്ട പോലെ. എന്തേ? അത് പറഞ്ഞതാരാ? അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വഹാബത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മാതൃക. ഈ ഈമാനിലേക്കാണ് നമുക്ക് തിരിച്ചു വരാനുള്ളത്. നമ്മൾ ആരെയും നമ്മുടെ ഒരു അസ്തിത്വമോ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു നാടിനോ ഒരു ആർക്കും ഒരു ഭീഷണിയുമല്ല ഈ ഉമ്മത്ത്. ഈ ഉമ്മത്ത് സമാധാനത്തിന്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് രക്ഷയുടെ ഉമ്മത്താണ്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ രക്ഷയും സ്പ്രെഡ് പീസ് അമംഗ് യു. നബി തങ്ങളുടെ മദീനയിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ പുണ്യ നബി തങ്ങൾ പറഞ്ഞ 4 വാക്കുകളിൽ അത് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ ലെജിസ്ലേഷനാണ്, ഇസ്ലാമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അത്. എന്താ പറഞ്ഞെന്നറിയോ? അയ്യുഹന്നാസ്. അവിടുത്തെ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പുണ്യ നബി സംസാരിക്കാൻ തുടങ്ങുകയാണ്. ജൂതപണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം, അന്ന് അദ്ദേഹം ജൂതപണ്ഡിതനാണ്. ഹി വാസ് എ ജൂയിഷ് സ്കോളർ. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ പുണ്യ നബിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ആരാണ്? എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ഇദ്ദേഹത്തിന്റെ ഇന്റലിജൻസ്, ഇദ്ദേഹത്തിന്റെ വിസ്ഡം, ഇദ്ദേഹത്തിന്റെ എലക്വൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ഞാൻ മുസ്ലിമല്ല, ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ മദീനയുടെ മുറ്റം. സനിയാത്തുൽ വദാ, പുണ്യനബി തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കാണിച്ചു. ശാന്തരാകുവീൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാവരും ശാന്തരായി. ഡെഡ് സൈലൻസ്. പിന്നെ ആരും മിണ്ടുന്നില്ല. പ്രവാചകരായി 13 കൊല്ലം കഴിഞ്ഞ് നബി തങ്ങൾ മദീനയിലേക്ക് എത്തുന്നത് 13 കൊല്ലത്തെ നബുവത്തിന്റെ ശേഷമാണ്. ആ പ്രകാശം ഹബീബിന്റെ മുഖത്തുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി ഒട്ടകപ്പുറത്തുനിന്ന് കൈ കാണിച്ചപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ഒരു വിസിലൂതേണ്ട ആവശ്യം വന്നില്ല, എന്ന് പറയേണ്ട ആവശ്യം വന്നില്ല. അവരൊക്കെ ശാന്തരായിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സല്ലാം പിന്നീട് റളിയല്ലാഹു അൻഹുവായി മാറിയ സ്വഹാബിയാണത്. അവര് പറയാ, ഞാനിങ്ങനെ ഈ ഹദീസ് റിവായത്ത് ചെയ്ത മഹാനാണ്, ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, എന്തായിരിക്കും ഈ പുണ്യപ്രവാചകൻ സംസാരിക്കാൻ പോകുന്നത്. അയ്യുഹന്നാസ്, ഓ മാൻകൈൻഡ്, മനുഷ്യരെ, അഫ്ശുസ്സലാം, സ്പ്രെഡ് പീസ്, സമാധാനവും സലാമും പ്രചരിപ്പിക്കുക. അത്ഇമുത്ത്വആം, ഫീഡ് പീപ്പിൾ, മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക. സിലുൽ അർഹാം, സ്ട്രെങ്തൻ യുവർ ഫാമിലി ടൈസ്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കൂട്ടി യോജിപ്പിക്കണം. പിണങ്ങരുത്, തെറ്റിപ്പോകരുത്, ശത്രുതയുണ്ടാവരുത്. നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് നിങ്ങൾ. ഇത് കേൾക്കുന്നിടത്ത് ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അഡ്രസ് ചെയ്തത് അയ്യുഹന്നാസ്, ഓ മാൻകൈൻഡ്, ഓ പീപ്പിൾ, മനുഷ്യരെ, സ്പ്രെഡ് പീസ്, feed people, strengthen your family ties, sallu bil layli wan nasu niyam, pray while people are asleep. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എണീറ്റ് നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, you shall enter the paradise in peace. സമാധാനത്തോടെ നിങ്ങൾ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്ക് കയറി വരും. ഇതാണ്, these are the first ever verses in the Islamic constitution. ഇതാണ് ഇസ്ലാം. സമാധാനം പ്രചരിപ്പിക്കണം, തർക്കങ്ങൾ വേണ്ട. ഔസ് ഖസ്റജ് എന്ന 2 കുടുംബം തമ്മിൽ തല്ലി ചിതറിയപ്പോൾ 40 കൊല്ലത്തെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധം വേണ്ട, നമുക്ക് വേണ്ടത് സ്നേഹമാണ്, കരുണയാണ്, ഖൈറാണ്, എംപതിയാണ്. ഇത് പഠിപ്പിക്കാനാ പുണ്യനബി ലോകത്തേക്ക് വന്നത് സ്വല്ലല്ലാഹു. അതുകൊണ്ടൊരു മുസ്ലിം അല്ലാഹുവും റസൂലും പറഞ്ഞ പോലെ മുസ്ലിമായി ജീവിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിന് നന്മയെ ഉണ്ടാകും, അയൽപക്കങ്ങൾക്ക് നന്മയെ ഉണ്ടാകും, ഒരു സമൂഹത്തിന് സുഗന്ധമേ നൽകാൻ കഴിയും. അവരാരും തീവ്രവാദികളോ അല്ലെങ്കിൽ ഭീകരവാദികളോ ഒന്നും ആവാം. അതറിയാത്തവരും പഠിക്കാത്തവരും എങ്ങനെ പോവുകയുള്ളൂ. We are people of peace.
ഇത് പഠിപ്പിക്കാനാണ് നബി തങ്ങൾ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ അനുയായികളാണിത്. അലി റളിയല്ലാഹു അൻഹു ഒരു ശത്രുവിനെ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടുമുട്ടി. ആ ശത്രു തന്റെ കൂടെയുള്ള അലി തങ്ങളുടെ ഒരുപാട് അനുചരന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിയ ആളാ. ആ മനുഷ്യനെ വകവരുത്താൻ ആ മനുഷ്യന്റെ നെഞ്ചത്ത് കയറി നിൽക്കുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാക്കിച്ചു തുപ്പിയപ്പോ ആ മനുഷ്യനെ ഒന്നും ചെയ്യാതെ എഴുന്നേറ്റ് വന്ന ഹബീബിന്റെ അനുയായിയാണ് നബി തങ്ങളുടെ കസിനും അവിടുത്തെ സണ്ണിൻ ലോ ആയിരുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സിഹ്റു റസൂലില്ലാഹ്. പുണ്യ നബിയുടെ പുതിയാപ്പിളയാണ്, ഫാത്തിമ ബീവിയുടെ പുതിയാപ്പിളയാണ്, ഹബീബായ നബി തങ്ങളുടെ മരുമോനാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് ചോദിച്ചില്ല, അലിയാരെ, നമ്മുടെ കൂടെയുള്ള എത്രയോ ആളുകളെ നിർദാക്ഷിണ്യം കൊല ചെയ്ത ഈ മനുഷ്യനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് എന്തേ നിങ്ങൾ വെറുതെ വിട്ടത് എന്ന് ചോദിച്ചപ്പോ ഈ ഹബീബിന്റെ മദ്രസയിൽ പഠിച്ച മുതഅല്ലിമാണ് അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി കേൾക്കണേ. എന്റെ സ്വഹാബികളെ, ഞാനും അയാളും തമ്മിൽ വ്യക്തിപരമായി ഒരു വൈരാഗ്യവുമില്ല. എന്റെ ആദർശത്തെയും എന്റെ വിശ്വാസത്തെയും എന്റെ നാടിനെയും എന്റെ കൂടപ്പിറപ്പുകളെയും എന്റെ കുടുംബത്തെയും എന്റെ ഫ്രീഡത്തെയും വകവരുത്താൻ വന്ന ശത്രുവിനെ ഞാൻ പടപൊരുതുമ്പോൾ ഞാൻ ആ വ്യക്തിയെയല്ല പടപൊരുതുന്നത്. ഞാൻ എന്റെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, എന്റെ വിശ്വാസത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി ഞാൻ ചെയ്ത യുദ്ധമായിരുന്നു അത്. പക്ഷേ the moment he spat on my face, എന്റെ മുഖത്തേക്ക് അയാൾ തുപ്പിയപ്പോൾ എന്റെ മനസ്സിനുള്ളിൽ അയാളോടൊരു വ്യക്തിപരമായ ദേഷ്യം അവിടെ ഉടലെടുത്തു. ഞാനെങ്ങാനും അയാളെ വകവരുത്തുകയാണെങ്കിൽ ആ വകവരുത്തുന്നത് എന്റെ മുഖത്തയാൾ കാർക്കിച്ചു തുപ്പിയ ദേഷ്യത്തിലായിരിക്കും. അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന ആളാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാണെന്ന് യുദ്ധത്തിന്റെ വോർ ലോസ് ആരാണെന്ന് പാലിക്കുന്നത്? ആരാ പാലിക്കുന്നത്? കുട്ടികളെ കൊല്ലരുത്, പെണ്ണുങ്ങളെ തൊടരുത്, മഠങ്ങളിലും ഗുഹകളിലും ആരാധിച്ചു കഴിയുന്ന സെയിന്റുമാരെ തുടരുത്, ഒരു കൃഷിയെയും വെട്ടി നശിപ്പിക്കരുത്, ഒരു കർഷകരെയും ഉപദ്രവിക്കരുത്, കൃഷിയിടങ്ങളെ നശിപ്പിക്കരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന ആളുകളെ എത്രയാണോ നിങ്ങൾക്ക് പരിക്കേൽപ്പിച്ചത് അതിന് തത്തുല്യമായതേ നിങ്ങൾ ചെയ്യാവൂ, ഇല്ലെങ്കിൽ മാപ്പു ചെയ്യണം എന്ന് പറഞ്ഞ ശരീഅത്താണ് ശരീഅത്തുൽ ഇസ്ലാം. യുദ്ധത്തിന്റെ ആയത്തുകൾ പറയുമ്പോഴേ അതിന്റെ ബാക്കിയുള്ള ആയത്തുകൾ നോക്കണം. നിങ്ങൾക്ക് തത്തുല്യമായ പ്രതികാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ വൽയഅഫു, നിങ്ങൾ മാപ്പു ചെയ്തേക്കണം, അല്ലാഹുവിനത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ദീനാ നമ്മുടെ ദീൻ. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന അറിവില്ലായ്മ കൊണ്ടാണ്, വിവരമില്ലായ്മ കൊണ്ടാണ്, വിദ്വേഷവും മുൻവിധിയും പ്രിജുഡീസ് അതുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക. പുണ്യനബി വന്നത് ആരെയും കൊല്ലാനല്ല, ജീവൻ കൊടുക്കാനാണ്. പുണ്യനബി വന്നത് ജീവൻ കൊടുക്കാനാ. അവിടുത്തെ അയൽവാസി ജൂതനായിരുന്നു, ഹബീബിന്റെ അയൽവാസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അവസാനം വഫാത്താകുമ്പോഴേ ഹബീബിന്റെ വാള് ഒരു ജൂതന്റെ പീടികയിൽ നബി തങ്ങൾ ജാമ്യത്തിന് വെച്ചു കൊടുത്തതായിരുന്നു. സാധനം ബാർലി വാങ്ങിയപ്പോ കാശ് കൊടുക്കാൻ നബി തങ്ങളുടെ കയ്യിൽ നാണയത്തുട്ടുകളില്ലായിരുന്നു. സ്വഹീഹായ ഹദീസല്ലയോ ഇത്? എന്റെ വാൾ ഇവിടെ വെച്ചോ, എന്നാണോ നിങ്ങൾക്ക് ഞാൻ ഈ ബാർലിക്ക് തത്തുല്യമായ കാശ് തരുന്നത് അന്ന് നിങ്ങൾ എനിക്ക് തിരിച്ചെന്നാൽ മതി എന്റെ വാള്. പക്ഷേ തങ്ങൾ വഫാത്താവുകയാണ് ഉണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുത്ത ബാർലിക്ക് പോലും പൈസ പേയ്മെന്റ് ചെയ്യാൻ ഹബീബിന് കഴിഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? ഈ നബി ലോകത്ത് ധർമ്മവും സത്യവും പ്രചരിപ്പിച്ചതേ കാശുണ്ടാക്കാനായിരുന്നുവെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നബി തങ്ങൾ അതല്ല സമ്പാദിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് ഇസ്ലാമിന്റെ one of the 5 pillars of Islam, ഇസ്ലാമിന്റെ 5 റുക്നുകളിൽ ഒന്നാണ്. പക്ഷേ സകാത്ത് ഹബീബായ നബിക്കോ അവിടെ അഹ്ലു ബൈത്തിനോ വാങ്ങിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ നിയമമാണ്. നോക്കി നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരും കഴിവിന്റെ പരമാവധി സഹായിക്കണം, സഹകരിക്കണം. എല്ലാവരും നല്ലൊരു സ്വതക്ക നിങ്ങൾ നിയത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ അവസാനം നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു
والذين معه وشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا. ഇതാണ് ഹബീബിന്റെ സ്വഹാബിമാർ റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. അജമുശ്ശൈഖൈനി മുതൽ അൽ മുദാബ് വരെ. അജമുശ്ശൈഖൈൻ എന്നത് മദീനയുടെ കിഴക്കാണ്. അൽ മുദാബ് എന്ന് പറയുന്നത് മദീനയുടെ പടിഞ്ഞാറാണ്. 5000-ഓളം മുഴം നീളമുണ്ടായിരുന്ന ഖന്ദഖ് കുഴിക്കുന്ന സമയം ഏകദേശം ഒരു 3.5-4 കിലോമീറ്ററിനടുത്ത് വരും. 9 മീറ്ററോളം വീതിയുണ്ടായിരുന്ന 7 മുതൽ 10 വരെ മീറ്ററോളം ആഴമുണ്ടായിരുന്ന ഖന്ദഖ് കുഴിക്കുന്ന നേരം മുസ്ലിമീങ്ങളിൽ ഓരോ 10 മുസ്ലിമീങ്ങളും 40 മുഴം ഏകദേശം ഒരു 30-35 മീറ്ററോളം ആഴവും വീതിയും ഓരോ 10 മുസ്ലിമീങ്ങളും ചെയ്യണമെന്നായിരുന്നു ഹബീബിന്റെ നിയമം. മുഹാജിറുകളായ ആളുകൾ ഹെസ്നുൽ റാത്തിജ് മുതൽ കുഴിക്കാൻ തുടങ്ങി, ഹെസ്നുൽ ദുബാബ് വരെ. അങ്ങനെ അൻസ്വാരികളായ ആളുകൾ ഹെസ്നുൽ ദുബാബ് മുതൽ ജബൽ ഉബൈദ് വരെ അൻസ്വാരികളും കുഴിച്ചു തുടങ്ങി. കുഴി പൂർത്തിയായിരിക്കുന്നു. വളരെ തണുത്തുറഞ്ഞ ഒരു രാത്രിയായിരുന്നു അത്. അതിശക്തമായ മദീനയുടെ തണുപ്പ്. ഒരാഴ്ച കൊണ്ടാണ് 3.5 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്ന ഖന്ദഖ് സ്വഹാബിമാർ കുഴിക്കുന്നത്. ഒരാഴ്ച കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അവരുടെ ത്യാഗം എത്രയായിരിക്കും. ജെസിബികളില്ല, പാറകൾ പൊട്ടിക്കാൻ സംവിധാനങ്ങളില്ല. അവര് പരാതി പറഞ്ഞല്ലോ, നബിയേ വിശപ്പ് കൊണ്ട് വയ്യ, നബിയേ വിശപ്പ് കൊണ്ട് വയ്യ. ഞങ്ങളൊക്കെ വയറ്റത്ത് ഓരോ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നബിയെ ഞങ്ങൾ കുഴിക്കുന്നത്. ഭക്ഷണമില്ല നബിയേ എന്ന് ഹബീബിനോട് പരാതി പറഞ്ഞപ്പോഴാണ് നബിതങ്ങളുടെ നബിതങ്ങൾ ഉയർത്തി കാണിച്ചു കൊടുക്കുമ്പോൾ 2 കല്ലുകൾ നബിതങ്ങൾ വെച്ച് കെട്ടിയിട്ടുണ്ട്. തങ്ങൾക്കും വിശപ്പ് തന്നെയാണ്. وشد من سغب أحشاءه وطوى. ഇമാം ബുസൈരി തങ്ങൾ ബുർദയിൽ പറയാണ്, وشد من سغب أحشاءه وطوى تحت الحجارة كاشحا مترف الندم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وشد من سغب. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവിടുന്ന് വലിച്ചു മുറുക്കി കെട്ടിയിരുന്നുവല്ലോ. അഹ്ശാഅഹു അവിടുത്തെ അടിവയറ്, വതവാ തഹ്തൽ ഹിജാറ കല്ല് വെച്ച് കെട്ടിയിരുന്നുവല്ലോ അവിടുത്തെ അടിവയറ്റിൽ നിബിതങ്ങൾ. കശ്ഹൻ മുത്റഫൽ അദമി പട്ടുമെത്തയേക്കാളും മിനുമിനുത്ത മേനിയായിരുന്ന ഹബീബിന്റെ ശരീരത്തിൽ പരുപരുത്ത കല്ലുകൾ വെച്ച് കെട്ടി വിശപ്പ് സഹിച്ചവരല്ലയോ നമ്മുടെ നബി എന്ന് ഇമാം ബുസൈരി തങ്ങൾ ബുർദയുടെ വരികളാണിത്. എത്ര മനോഹരമാണെന്നറിയോ ആ വാക്കുകളൊക്കെ. അറബി അറിയുന്ന നമ്മുടെ മുത്തല്ലിമീങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റൂത്. എന്തൊരു മനോഹരമായിട്ട് അവതരിപ്പിച്ച്. വശദ്ദ മിൻ സഗബിൻ أحشاءه وطوى تحت الحجارة كشحا مترف الأدم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധരായ സ്വഹാബിമാർ ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ എണ്ണയിൽ കുതിർത്ത ബാർലിയാണ് അവർക്ക് കഴിക്കാനുണ്ടായിരുന്നത്. മുൻതിനുർ റായിഹ, ആ ബാർലിക്ക് ദുർഗന്ധം വമിച്ചിട്ടുണ്ട്.
കാലപ്പഴക്കമുള്ള ബാർലി, അത് ഒരു എണ്ണയിൽ ഒരൽപ്പം വാട്ടിയെടുത്തത്, ചൂടാക്കിയതല്ല, എണ്ണയിൽ ഒന്ന് വരട്ടിയത്, എണ്ണയൊന്ന് പുരട്ടിയത്. അങ്ങനെ 3 ദിവസം ഭക്ഷണമില്ലാതെ ഈമാനിന്റെ ഒരു തഖ്വയുടെ, ഈമാനിന്റെ സ്വർഗലോകത്തെ കുറിച്ചുള്ള ഓർമ്മയിലാണ് അവർ ഈ പണികളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പാടുകയാണ് നഹ്നുല്ലദൂന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. نحن الذين بايعوا محمدا. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ. എന്തിനെന്നറിയോ? നബിയേ, മദീനെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ അങ്ങയുടെ കൂടെ പാറ പോലെ ഞങ്ങൾ കൂടെയുണ്ട് നബിയേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ കൈകളിൽ കൈവച്ച് ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് വിശപ്പുണ്ടോ ദാഹമുണ്ടോ, നമ്മുടെ ഈ ഡ്യൂട്ടി തീരുന്നവരെ പിന്മാറുന്ന പ്രശ്നമില്ല. നമുക്ക് എന്താ ഇതിൽ മനസ്സിലാക്കാനുള്ളത്? നമ്മുടെ നാട്ടിലൊരു പള്ളിയുടെയോ മദ്രസയുടെയോ പണി നടക്കുമ്പോൾ അത് കോൺട്രാക്ടറും പണിക്കാരും നോക്കട്ടെ. അത് അറബിയുടെ ഫണ്ടല്ലേ, മൂപ്പർ അയച്ചു തന്നാ, ഇല്ലെങ്കിൽ പള്ളിപ്പണി അവിടെ നിർത്തിയേക്കും എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ അല്ലല്ലോ നമ്മൾ വേണ്ടത്. ഒരു കല്ലെങ്കിലും, ഒരു കല്ല്, അവിടുത്തെ ഒരു വേസ്റ്റെങ്കിലും, ഒരു വേസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് വാരിയിട്ടു, അവിടെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ കൈ കൊണ്ട്. ഒരു പള്ളിയുടെ ഒരു പ്ലാസ്റ്ററിങ്ങോ അതിന്റെ ടൈൽ വർക്കുകളോ നടക്കുമ്പോൾ ഒരുപാട് പൊടിയുണ്ടാകും. അകപ്പള്ളി ഉപയോഗിക്കുന്നുണ്ട്, പുറത്ത് ഹൗദിന്റെ പണി നടക്കുന്നുണ്ട്. പൊടി വരുമ്പോ അതൊരു മുഅദ്ദിനെ ഏൽപ്പിക്കാതെ ആ ചുമരിന്റെയും ജനലിന്റെയും മതിലുകളിൽ തട്ടി നിൽക്കുന്ന പൊടികളൊക്കെ നമ്മുടെ കൈ കൊണ്ടൊന്ന് എടുത്തു മാറ്റാനുള്ള ഒരു സന്മനസ് പുണ്യനിബിതങ്ങൾ കട്ട വെച്ചുണ്ടാക്കിയ മസ്ജിദ് ഖുബാ, ഹബീബിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ് ഖുബാ പള്ളി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖന്തഖൊന്നും നമ്മളോട് ഉണ്ടാക്കാനല്ല ദീൻ പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങൾ ആദരിച്ച് കൊണ്ടു നടക്കണം. അതെന്റെ പണിയല്ല എന്ന് പറയരുത്, നമ്മുടെയൊക്കെ പണിയാണ്. പള്ളിയിൽ ഒരു ഖാദൂറ, എന്തെങ്കിലും ഒരു അഴുക്കായ ഒരു സാധനമുണ്ടെങ്കിൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാം ബുഖാരി തങ്ങൾ സമർഖന്ദിൽ അന്ത്യവിഷമമുള്ള ബുഖാരി ഇമാമിന്റെ മഖാം റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പോയിരുന്നു, അകത്തേക്ക് കയറാൻ പറ്റിയില്ല. കോമ്പൗണ്ട് വലിയൊരു പള്ളി വരുന്നുണ്ട് അവിടെ സമർഖന്ദിലാണ് മഹാൻ അന്ത്യവിഷമം കൊള്ളുന്നത് റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവരുടെ തർജുമയിൽ, അവരുടെ ബയോഗ്രഫിയിൽ, തർജുമക്ക് രണ്ടർത്ഥമുണ്ട്. ബയോഗ്രഫി എന്ന് പറയും, ട്രാൻസ്ലേഷൻ എന്ന് പറയും. തർജുമ എന്ന് പറയുമ്പോൾ ബയോഗ്രഫി എന്നാണ്. നമ്മുടെ റിജാലുർ റുവാത്ത്, റാവികളായ ആളുകളെ സംബന്ധിച്ചുള്ള ജർഹ് തഅദീലിന്റെ ബാബിലൊക്കെ തർജുമ എന്ന് പറയുമ്പോൾ അവരുടെ ബയോഗ്രഫി എന്ന. നമ്മൾ ഈ വാക്കർത്ഥങ്ങളൊക്കെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുമ്പോഴേ തർജുമയിലുണ്ടെന്ന് പറയുമ്പോൾ അറബിന്ന് പരിഭാഷപ്പെടുത്തിയതാണെന്ന് തോന്നിപ്പോകണ്ട എന്ന സംശയമുള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു. തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, അവരുടെ ജീവചരിത്രം. ഭാഷ വഴിമാറുന്നതിനും തർജുമ എന്ന് പറയും. അതല്ല, ഇമാം ബുഖാരി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന തർജുമയിൽ, പള്ളിയിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ബുഖാരി ഇമാം അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾ കണ്ടു. എല്ലാവരും ഇറങ്ങി എന്ന് കണ്ടപ്പോ മഹാനവറുകൾ പള്ളിയുടെ നടുവിലെങ്ങാനും ആരോ ഇട്ടുപോയിരുന്ന ചെറിയൊരു അഴുക്ക് മഹാന്റെ കൈ കൊണ്ട് പുറക്കിയെടുത്ത് ആരും കാണാതെ പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുപോയി എറിയുന്നത് ഞങ്ങൾ കണ്ടു. ആളുകൾ കടയിൽ നിന്ന് എടുത്തില്ല, അത് ശ്രദ്ധയിൽപ്പെടണ്ടെന്ന് വിചാരിച്ച് ആളുകൾ പോകുന്നവരെ കാത്തിരുന്നു ഇമാമവറുകൾ. എന്നിട്ട് കൊണ്ടുപോയി കളഞ്ഞത് ഞങ്ങൾ കണ്ടുവെന്ന് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മള് പള്ളി, അല്ലാഹുവിന്റെ മസ്ജിദ്, നമ്മുടെ മദ്രസ, പള്ളിയില് ബാത്റൂമിൽ വെള്ളമുണ്ടോ, ഹൗദിൽ വെള്ളമുണ്ടോ, ഇമാം അവിടെ മുഅദ്ദിന് ബാങ്ക് കൊടുക്കാം, മനുഷ്യന്മാരെല്ലാം ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടേക്കെങ്കിലും പോവേണ്ടി വന്നു, വീട്ടിൽ എമർജൻസിക്ക് നാട്ടിൽ പോയതാ, ബാങ്ക് വിളിക്കാൻ ആളുണ്ടോ, ഇമാമത്തിന് ആളുണ്ടോ, പള്ളിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഒരു ജിജ്ഞാസയോടുകൂടെ ഒരു ഉത്സാഹത്തോടുകൂടെ നോക്കി നടക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. മഹാന്മാരായ എന്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുമായി നമ്മുടെ മനസ്സിനൊരു ബന്ധമുണ്ടെങ്കിൽ നാളെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം അവരാണ്. മറന്നുപോകരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. نحن الذين بايعوا محمدا
അലൽ ജിഹാദി മാ ബഖീനാ അബദാ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, അംർ ഇബ്നുൽ ആസ് എന്നവരെ, കൈഫ കുൻതും, എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചു പോന്നിരുന്നത്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തിന്നാൻ ഭക്ഷണം കിട്ടാത്ത സമയത്ത് അക്കലൂ ഔറാഖ അഷ്ജർ ഹത്താ തഖറഹത് അഷ്ദാഖുഹും, ചെടികളുടെ ഇലകൾ തിന്നത് കാരണം വായ മുഴുവനും മുറിവായിരുന്നു. വായ മുഴുവൻ മുറിവുകളാണ്, വ്രണങ്ങളായിരുന്നു. തിന്നാൻ പച്ച ഇലകൾ മാത്രം. ഇന്ന് ഗസയിൽ നടക്കുന്ന അവസ്ഥ അതാണ്. അല്ലാഹുമ്മ കുല്ലഹും യാ റബ്ബ്, അല്ലാഹുമ്മ കുല്ലഹും യാ റബ്ബ്, അല്ലാഹുമ്മ കുല്ലഹും വലാ തകുൻ അലൈഹിം യാ റബ്ബ്. യാ അല്ലാഹ്, കൈഫ തസ്നഊന ബിഹാ. സഅദേ, നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു പോന്നിരുന്നത്? ഒരു ഈത്തപ്പഴമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അന്ന് സൈന്യത്തിന്റെ നേതാവാണ്. കാന അബൂ ഉബൈദ യുഅതീഹിം തംറതൻ തംറാ. ഒരു ഈത്തപ്പഴം കൊടുത്തു. അവരൊരു എക്സ്പെഡിഷന് പോവാൻ, അവരൊരു സൈനിക നടപടിയുടെ ഭാഗമായി യാത്രയിലാണ്. ഭക്ഷണമില്ല, ഒരു ഈത്തപ്പഴം ഞങ്ങൾക്ക് നൽകിയിരുന്നു. നമ്മുടെ കുട്ടികൾ നന്ദിയുള്ളവരാകണം, ശുക്ർ ചെയ്യണം അല്ലാഹു തന്ന നിഅമത്തിന്. നമ്മുടെ മക്കൾക്ക് മത്സ്യം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, വെറും ചിക്കൻ മാത്രം മതി, പച്ചക്കറി കഴിക്കണ്ട, ഫ്രൂട്ട്സ് വേണ്ട, ഒന്നും വേണ്ട, വെറും ചിക്കൻ. ഇങ്ങനെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മുടെ വീടുകളിലും നാടുകളിലൊക്കെ പരന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ മക്കളെ അത് കഴിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. പച്ചക്കറിയും പച്ചയിലകളും ഭക്ഷണത്തിൽ ടേസ്റ്റ് ഉള്ളതും ഇല്ലാത്തതും ഹെൽത്തിയാണോ കഴിച്ചിരിക്കണം. എനിക്കത് വേണ്ട, ഇത് മതി, ബർഗർ മതി, പിസ്സ മതി എന്ന് മാത്രം പറയുമ്പോഴേ നമ്മൾ ഓർക്കണം, ഒരു ഈത്തപ്പഴം കൊണ്ട് തിന്നിരുന്നൊരു കാലം. അബൂ ഉബൈദ തങ്ങൾ ഒരു ഈത്തപ്പഴം കൊടുക്കും സൈന്യത്തിലെ ഓരോരുത്തർക്കും. അപ്പൊ താബിഈയായ മഹാൻ ചോദിച്ചു സഅദ് എന്നവരോട്, സഅദേ വകൈഫ തസ്നഊന ബിഹാ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഈത്തപ്പഴം എന്നല്ല, ആ ഈത്തപ്പഴം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും. രാവിലത്തേതും ഉച്ചക്കത്തും രാത്രി ഭക്ഷണവും ഈ ഒരു ഈത്തപ്പഴമാണ്. എന്തേ നിങ്ങൾ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു. നോക്കണം, ഭക്ഷണം നമ്മുടെ തീന്മേശയിൽ ഒരുപാട് കാണുമ്പോഴേ അല്ലാഹുവിന്റെ നിഅമത്തിനെ മറന്നുപോയി നമ്മൾ എങ്ങനെയാ അതിനൊക്കെ ശുക്ർ ചെയ്യുക? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു നമ്മളോട് ചോദ്യം ചെയ്യും നിഅമത്തുകൾക്ക് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ്. അല്ലാഹു നമ്മളെ ശാക്കിരീങ്ങളാക്കി തരട്ടെ. അല്ലാഹുമ്മ ലക്കൽ ഹംദു യാ റബ്ബ്. റബ്ബേ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. കഠിനമായ വേദനയുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. നമ്മുടെ മക്കളോട് നന്ദി പറയാൻ പറയണം, ശുക്ർ പറയാൻ പറയണം, ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ പറയണം. നമ്മുടെ വിവാഹങ്ങളിലും സദ്യകളിലും ഭക്ഷണം യഥേഷ്ടം വിളമ്പിയിട്ട് ബഫേ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും വാരിക്കോരി എടുക്കുകയാണ്, മല പോലെ. അത്രയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഒരുപാട് എടുത്തിട്ട് വേസ്റ്റ് ആക്കി കളയാം. ഒരേ ഡിഷ് തന്നെ പലതും, പല വെറൈറ്റികൾ, ഫിഷും മീറ്റും ചിക്കനും വെജിറ്റബിളും മധുരവും അല്ലാത്തതും ഒക്കെ ഒരുമിച്ചങ്ങ് കഴിക്കുക. നമ്മുടെ വയറ് മെയ്ഡ് ബൈ അല്ലാഹ്. അതുമല്ല മെയ്ഡ് ഇൻ ചൈനയൊക്കെ ആണെങ്കിൽ പോയേനെ എപ്പോഴോ. അള്ളാഹു ഉണ്ടാക്കിയതായത് കൊണ്ട് മാത്രം നമ്മുടെ ബോഡി സർവൈവ് ചെയ്യുന്നു. 50ഉം 60ഒക്കെ ആകുമ്പം ബോഡി പറയും എന്നെ കൊണ്ടാവില്ല കേട്ടോ. അപ്പോഴാ പിന്നെ ആശുപത്രിയിലേക്ക് ഓടുന്നത്. അതുവരെ ഇത് കടിച്ചിറക്കി കൊണ്ടുപോയില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാ കഴിക്കണത്. നമ്മുടെ ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. മാംസം കഴിക്കുമ്പോൾ ആ മാംസം ദഹിപ്പിക്കാൻ ഒരു ടെമ്പറേച്ചർ നമ്മുടെ വയറിന് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ കൂടെ തന്നെ പത്തിരിയും കിടന്നു. അപ്പൊ പത്തിരിയുടെ ടെമ്പറേച്ചർ അത്ര വേണ്ട. അതിന്റെ കൂടെ ചിക്കൻ വന്നു, ഫിഷും വന്നു, വെജിറ്റബിൾ വന്നു, പായസം വന്നു. ഇങ്ങനെ ഒരുപാട് കാർബോ, ഒരുപാട് ഗ്ലൂക്കോസ്, ഇതൊക്കെ വരുമ്പോ നമ്മുടെ ബോഡിക്ക് മാനേജ് ചെയ്യാൻ പ്രയാസമുണ്ട്. അല്ലാഹു തന്ന അമാനത്താണ്. നിങ്ങളുടെ ശരീരം നശിപ്പിക്കരുതേ. ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഒരു ഈത്തപ്പഴം കൊണ്ട് ജീവിച്ചു നമ്മുടെ ഹബീബിന്റെ സ്വഹാബിമാർ. ആരെന്നറിയോ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവര് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവര് ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്.
സഅദ് എന്നവരോട് ചോദിച്ചു, താബിഈ സഅദേ, ഒരു ഈത്തപ്പഴം കൊണ്ട് എന്താ നിങ്ങൾ ചെയ്തത്? കുന്നാ നമസ്സുഹാ കമാ യമുസ്സുസ്സബി. ഒരു പിഞ്ചു പൈതൽ അമ്മിഞ്ഞ പാല് നുണയുന്ന പോലെ ഈത്തപ്പഴം ഞങ്ങൾ വായിൽ വെച്ച് നുണയും. തുമ്മ നശ്റബു അലൈഹാ മിനൽ മാ. ഒരു ഈത്തപ്പഴം കഴിക്കൂല, രാത്രിയാവുന്നവരെ കൊണ്ടു നടക്കാനുള്ളതാ. സൈന്യത്തിന് പോവാണ് ഇവര്, യുദ്ധത്തിന് പോവാൻ. ആലോചിക്കണം. ഞങ്ങളത് വായ കൊണ്ട് ഊമ്പിയെടുത്ത് അതിന്റെ മീതെ വെള്ളം കുടിക്കും. അങ്ങനെ രാത്രി വരെ ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. രാത്രിയിൽ അത് കഴിക്കും, നാളെ ഒരു ഈത്തപ്പഴം വേറെ കിട്ടും. അങ്ങനെ ഒരു ഈത്തപ്പഴം കൊണ്ട് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്ന് മഹാനായ മദീനയിലെ മദീനക്കാരായ അൻസ്വാരികളുടെ നേതാവ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആരാ? സൈന്യത്തിന്റെ നേതാവ്, ഈ ഉമ്മത്തിന്റെ അമീനായ വലിക്കുല്ലി ഉമ്മത്തിൻ അമീൻ വ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഹബീബിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്, മഹാനവറുകളാണ് സൈന്യത്തിന്റെ നേതാവ്. ഒരു ഈത്തപ്പഴം കൊണ്ട് ഒരു ദിവസം സർവൈവ് ചെയ്ത കഥ, അവര് ചെയ്ത ത്യാഗമാണ്. അതൊക്കെ നമ്മുടെ തലമുറ അറിയണം. കുട്ടികള് വ്യത്യസ്തങ്ങളായ വെറൈറ്റി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴേ ഒന്ന് അൽഹംദുലില്ലാ എന്ന് പറയാം. ബർഗർ കിട്ടിയില്ലേ എന്ന് കഴിക്കൂല, ചിക്കൻ ഇല്ലേ അന്ന് പട്ടിണിയാ. ഇങ്ങനെ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരനുഭവിച്ച് ഒരു ഈത്തപ്പഴം കൊണ്ട് ഒരു ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടിയ നമ്മുടെ പൊന്നു റസൂലിന്റെ സ്വഹാബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്കളെ, നമ്മളൊക്കെ അനുഭവിക്കുന്ന നിഅമത്തിന്റെ വണ്ണവും വലുപ്പവും എത്രയാണ്! എത്ര റബ്ബിന് നമ്മൾ ശുക്ർ പറയണം. കിട്ടിയത് കഴിക്കണം, ഉള്ളതിനെ പരാതി പറയരുത്, ഇല്ലാത്തതിനെ കുറിച്ച് പഴി പറയരുത്, ഉള്ളത് കൊണ്ട് ശുക്രോടെ ജീവിക്കണം മക്കളെ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട സമയമാണ്. അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സ്സാഅ. രണ്ട് വിഐപികളായ രണ്ട് സുഹാബിമാർ അവരുടെ വീടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്തിനെന്നറിയോ? കാലറി ബേൺ ചെയ്യാനുള്ള ഓട്ടമല്ല ഇത്, ഭക്ഷണം തേടിയുള്ള ഓട്ടമാണ്. ആരായി ഓടിയതെന്നറിയോ? ആരെക്കുറിച്ചാണോ? സ്വാഹിബ് റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സ്വാഹിബ് എന്ന് പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ വിഐപി ആരാന്നറിയോ? വിഐപി. അല്ലാഹുവേ, എനിക്ക് ഉമറിനെ തരണേ, ഉമറിനെ കൊണ്ടോ അംർ ഇബ്നു ഹിശാമിനെ കൊണ്ടോ ദീനിന് ശക്തി പകരണേ എന്ന് ഏതൊരാൾക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തോ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണോ ഹബീബിന്റെ കൂടെ, ഹബീബിന്റെ തൊട്ടു പിറകിലായി പരിശുദ്ധമായ പച്ചക്കുബ്ബക്കു താഴെ മദീന പള്ളിയുടെ ഹുജറത്തു ശരീഫയിൽ ആരാണോ, ഏത് രണ്ടുപേരാണോ ഹബീബിന്റെ തൊട്ടു പിറകിലായി തോളിലേക്ക് തലവെച്ച് കിടക്കുന്നത്, ആ രണ്ട് മഹാന്മാർ അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹുമാ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. ഒരു ദിവസം പുണ്യനബി ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ, ഉമറേ സിദ്ദീഖേ, എന്തേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ, അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പ് കൊണ്ടാണ് നബിയേ, വിശക്കാനൊന്നും വിശപ്പിന് വീട്ടിൽ കഴിക്കാനൊന്നുമില്ല നബിയേ, വിശപ്പ് കൊണ്ട് ഇറങ്ങി ഓടിയതാണെന്ന് ശുദ്ധീകതങ്ങളും ഉമർ എന്നവരും നബി തങ്ങളോട് മറുപടി പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഉമ്മത്ത് വിശപ്പ് സഹിച്ചിട്ടുണ്ട്, പക്ഷേ അവർ ഖൈറുൽ ഉമ്മയാണ്. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായവർ. അവർക്ക് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷേ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ സുദൃഢരാണ്, റബ്ബിന്റെ ഖളായിൽ വിശ്വസിച്ചവരാണ്, ഹബീബിന്റെ ഹദീസിനെ ശിരസാ വഹിച്ചവരാണ്. പ്രയാസങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പതറിയിട്ടില്ല. രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സ്വഹാബിയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. 30 കൊല്ലമാണ് പാരലൈസ് ആയി കടന്നുപോയത്, കിടന്ന കിടപ്പിൽ. പക്ഷേ ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. റളിയല്ലാഹു അൻഹും വറളൂ
അൻഹും വറദൂ അൻഹു, അവരല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മദീനയിലേക്ക് പൂർണ്ണ ഗർഭിണിയായി വന്ന ഒരു മഹദിയുണ്ട്. ഹിജ്റ നടക്കുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടന്നപ്പോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഉടുത്ത വസ്ത്രങ്ങളല്ലാതെ, കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഏതാനും ഭാരം കുറഞ്ഞ സാധനങ്ങളല്ലാതെ 500 കിലോമീറ്റർ നടക്കുന്ന നടത്തത്തിൽ അവർക്ക് ലഗേജ് കൊണ്ടുവരാൻ കഴിയൂല. 500 കിലോമീറ്റർ നടന്ന നടത്തമാണ് ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുഹറം 1 എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കലണ്ടർ ആരംഭിക്കാൻ ആസ്പദമാക്കപ്പെട്ട സംഭവം 500 കിലോമീറ്റർ കാൽനടയായി നടന്നുപോയ നടത്തമാണ്. അതാണ് ഹിജ്റ. ആ പുതുവർഷാരംഭമാണ് മുഹറം 1 എന്ന് നമ്മൾ ആചരിക്കുന്നത്. ഹിജ്റ നടന്നതോ മദീനയിലേക്ക് അവരെത്തിയതാണെങ്കിലോ റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12-നാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മദീനയിൽ കാലുകുത്തുന്നത്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഹബീബിന്റെ ഒരു ജന്മം പോലെ ഇസ്ലാമിന്റെ ഒരു ജന്മമാണ് മദീനയിൽ നടക്കാൻ പോകുന്നത്. അതും റബീഉൽ അവ്വൽ 12 തന്നെ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ന്യൂ ഇയർ എന്ന് പറഞ്ഞ് പടക്കം പൊട്ടിച്ച്, മദ്യക്കുപ്പികൾ പൊട്ടിച്ച്, കാമുകന്മാർ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടുപോലും ആ നിശയുടെ മധ്യഭാഗം 12 മണി മുഴങ്ങുമ്പോൾ തിന്മകളെ കൊണ്ട് ആഭാസങ്ങൾ ചെയ്തു കൂട്ടുന്ന ലോകത്തിനിടയിൽ നമ്മൾ അറിയണം, നമ്മുടെ പുതുവർഷത്തിന്റെ ആരംഭം 500 കിലോമീറ്ററോളം നടന്നുപോയ നടത്തമെന്ന ത്യാഗത്തിന്റെ ഉണർത്തലാണ്. അതാണ് ഹിജ്റ. അവിടെയാണ് നമ്മുടെ പുതുവർഷം കിടക്കുന്നത്. ആഭാസങ്ങൾ ചെയ്യാനുള്ളതല്ല സമയം. വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. ജനിച്ച മനുഷ്യൻ ഓരോ ദിവസം കൊണ്ടും മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കാനാണ് അല്ലാഹു രാപ്പകലുകൾ ഉണ്ടാക്കിയത്. അതിനാണ് 12 മാസങ്ങളായി 30 ദിവസങ്ങളായി 24 മണിക്കൂറുള്ള ദിനരാവുകളെ അല്ലാഹു മനുഷ്യന് ഭൂമിയിൽ സംവിധാനിച്ചത്. ഒരു വർഷം ആരംഭിക്കുകയും അടുത്തൊരു വർഷം പിറക്കുകയും ചെയ്യുന്ന മുഹൂർത്തത്തിൽ തിന്മകൾ ചെയ്ത് റബ്ബിനോട് നന്ദികേട് കാണിക്കാനല്ല എന്ന് എന്റെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ മനസ്സിലാക്കണേ. നമ്മുടെ ഹിജ്റ കലണ്ടറിന്റെ ആരംഭം ഈ ഒരു ത്യാഗമാണ്. 9 മാസം ഗർഭിണിയായ ഒരു പെണ്ണ് ആ യാത്രയിലുണ്ടായിരുന്നു. അവരുടെ പ്രസവം നടന്നത് ഒരു ഹോസ്പിറ്റലിലല്ല. അവരുടെ പ്രസവം നടന്നത് മദീനയിലെത്തിയപ്പോഴാണ്. 500 കിലോമീറ്റർ കാൽനടയായും വളരെ മെല്ലെ നടക്കുന്ന ഒട്ടകപ്പുറത്ത് കയറിയും ഹബീബിന്റെ അനുയായികളുടെ കൂടെ നിന്നുകൊണ്ട് മദീനയിലെത്തിയ ഒരു പൂർണ്ണ ഗർഭിണി ആരെന്നറിയുമോ? അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. അസ്മാ ബീവി എന്ന ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി അസ്മാ ബീവി പൂർണ്ണ ഗർഭിണിയായി മദീനയിലെത്തി. മുഹാജിറുകളായ സ്വഹാബിമാർക്ക് ആദ്യമായി മദീനയിൽ ജനിച്ച കുഞ്ഞ് അസ്മാ ബീവിയുടെ കുഞ്ഞാണ്. അത് ആരാണെന്നറിയണ്ടേ? സുബൈർ ഇബ്നുൽ അവ്വാം എന്ന തന്റെ ഭർത്താവിൽ നിന്ന് അസ്മാ ബീവിക്ക് കിട്ടിയ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ. ആ പിഞ്ചു കുഞ്ഞിന് മധുരം നൽകിയത്, തഹ്നീക്ക് ചെയ്തത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിക്ക് പേരിട്ടതും നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യന്റെ കൈകൊണ്ട് മധുരം നൽകണം. മധുരം എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ചവച്ചരച്ചതിന്റെ മധുരമുള്ള നീര്, ആ നനവ് മാത്രം കുഞ്ഞിന്റെ തൊണ്ണിലൊന്ന് തേച്ചു കൊടുക്കുന്നത് എന്നല്ലാതെ കുഞ്ഞിന് ചോക്കായി പോകരുത്, കുഞ്ഞിന് ചങ്കിൽ കെട്ടിപ്പോകരുത്. ആ മധുരം ഒന്ന് നനച്ചു കൊടുക്കുന്നത് ഈത്തപ്പഴം കൊണ്ട്. ഒരു സ്വാലിഹായ മനുഷ്യൻ, ഒരു തങ്ങള്, ഒരു സയ്യിദ്, ഒരു ആബിദ്, ഒരു വലിയ, ഒരു ആലിമായ, ഒരു മുതഅല്ലിമ, ഒരു ഹാഫിളോ ആയ ഒരു നല്ല മനുഷ്യൻ, നിങ്ങളുടെ വീട്ടിലെ സ്വന്തം ഉപ്പ, ഉമ്മ, വല്ലിപ്പ, വല്യമ്മ, ആരെ കൊണ്ടെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് അത് ചെയ്യൽ സുന്നത്താണ്. എന്തുകൊണ്ട്? അസ്മാ ബീവി കൊണ്ടുവന്നു ആ പിഞ്ചു പൈതലിനെ പ്രസവിച്ചപ്പോ, നബിയേ എന്റെ മോനാണിത്, അങ്ങ് പേരിട്ടേക്കണം.
അൻസാരികളൊക്കെ സന്തോഷിച്ച, മുഹാജിറുകൾ സന്തോഷിച്ച നേരമാണ്. കാരണം അവിടുത്തെ യഹൂദികൾ പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് ഇനി ഒരിക്കലും മക്കൾ ജനിക്കൂല, അവരിൽ ഗർഭിണികളാണെങ്കിൽ പോലും ആ കുട്ടികൾക്ക് ജീവൻ ഉണ്ടാകില്ല എന്ന് വെറുതെ ഒരു റൂമർ അവിടെ പരത്തിയിരുന്നു. ആ റൂമർ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് പൂർണ്ണ ആരോഗ്യവാനായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതുകൊണ്ട് മദീനയാകെ സന്തോഷമാണ്, മദീനയാകെ ഉത്സവ പ്രതീതിയിലാണ്. അവര് പറഞ്ഞത് പുലർന്നില്ലല്ലോ, നമുക്കും ഒരു കുഞ്ഞുണ്ടായല്ലോ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. വിഷയം അതല്ല. ഹബീബായ നബിയേ, എന്റെ കുഞ്ഞിന് മധുരം കൊടുക്കണേ, എന്റെ കുഞ്ഞിന് പേരിടണേ എന്ന് പറഞ്ഞ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വന്നപ്പോ ജിഇനാ ബിഅബ്ദില്ലാഹി ഇബ്നു സുബൈർ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹന്നികുഹു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ആയിഷ ബീവി പറയാണ്, മധുരം കൊടുക്കാൻ ഈത്തപ്പഴം ചവച്ചരത്തതിന്റെ ആ നീര് പിഞ്ചു പൈതലിന്റെ തൊണ്ണിൽ തേച്ചു കൊടുക്കാൻ വേണ്ടി, ഗമ്മിൽ തേച്ചു കൊടുക്കാൻ വേണ്ടി പുണ്യനബിയുടെ മുമ്പിലേക്ക് ആ പിഞ്ചു പൈതലിനെയും കൊണ്ട് ഞങ്ങൾ വന്നു. ഫതലബ്നാ തംറതൻ ലിത്തഹ്നീക്, തഹ്നീക്ക് ചെയ്യാൻ, ആ മധുരം കൊടുക്കാൻ ഒരു ഈത്തപ്പഴം കിട്ടുമോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഒരുപാട് പ്രയാസത്തിന് ശേഷമാണ്, ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് ഒരു ഈത്തപ്പഴം ഈ കുഞ്ഞിന് വേണ്ടി കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചത്. അത്രമേൽ മദീനയിൽ അന്ന് ദാരിദ്ര്യമുണ്ടായിരുന്നുവെന്ന് ആയിഷത്തു സുഗ്റാ അൽ മുതഹ്ഹറതി മിൻ ഫൗഖി സബ്ഇ സമാവാത്, സ്വന്തം അനിയത്തിയും സിദ്ദീഖ് എന്നവരുടെ മോളും ഹബീബിന്റെ ഭാര്യയുമായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മദീനയിലെ അന്നത്തെ അവസ്ഥ പറയുകയാണ്. ഒരു കുഞ്ഞിന് മധുരം കൊടുക്കാൻ ഒരു ഈത്തപ്പഴം കിട്ടാൻ ഞങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അത്രമേൽ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവര് തന്നെയാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായവർ. ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ തന്നെയാണ് ഖൈറായവർ. എന്തുകൊണ്ട്? സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ്. അല്ലാഹുവിന് വേണ്ടി വിനയാന്വിതരായി താഴ്മയോടെ വിനയത്തോടെ മണ്ണിൽ തലവെച്ച് നിന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ അടിമകളാണ് റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ അടിമത്വം പ്രഖ്യാപിച്ച് മുഖങ്ങളിൽ ആ ഒരു ഈമാനിന്റെ ശോഭയുള്ളവരാണ് അവരെന്ന് ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിൽ പറയുന്ന ഭാഗം. സുഹാബിമാർ എത്രയെത്ര ത്യാഗം സഹിച്ചു, പക്ഷേ അവർ തന്നെയാണ് ഉമ്മത്തിൽ ശ്രേഷ്ഠർ. അതുകൊണ്ട് പ്രയാസം സഹിക്കുന്നവർ, സമ്പത്തില്ലാത്തവർ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവര്, ഒരു 4 സെന്റ് ഭൂമി പോലും വാങ്ങിക്കാൻ കയ്യിൽ കാശില്ലാത്തവര്, തറയിട്ടിട്ട് 2 ചുമര് വെച്ച് പൊന്തിക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്നവർ, ആശുപത്രിയിലേക്ക് പോയും വന്നും ഉള്ളത് മുഴുവൻ പെറുക്കി വിറ്റിട്ട് പോലും ചികിത്സ നടത്താൻ കഴിയാതെ തളർന്നിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഈമാനുണ്ടോ? നിങ്ങൾ അല്ലാഹുവിന്റെ ഖളായിൽ തൃപ്തിപ്പെടുന്നവരാണോ? നിങ്ങൾ മുതലാളിമാരാണ്, നിങ്ങൾ ആരോഗ്യവാന്മാരാണ്, നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ്. എന്നാൽ കൈ നിറയെ കാശുണ്ട്, വാഹനമുണ്ട്, സമ്പാദ്യമുണ്ട്, എല്ലാമുണ്ട്, ഒരു നേരത്തെ നിസ്കാരം പോലും ജമാഅത്ത് നിസ്കരിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ, സകാത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നില്ലെങ്കിൽ, സമ്പത്തിന്റെ എന്തെങ്കിലും ഒരു തുച്ഛം പോലും നാട്ടിലെ ഒരു നന്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അള്ളാന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ സ്വന്തം പ്രാരാബ്ധങ്ങൾ എണ്ണി പറയുകയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ, കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ദാരിദ്ര്യത്തിലാണ്, നിങ്ങൾ ദാരിദ്ര്യത്തിലാണ്. ലൈസൽ ഗിനാ ബികസറത്തിൽ അറദ്, നിങ്ങളുടെ സമ്പാദ്യമോ കാശിന്റെ എണ്ണമോ ഡിജിറ്റുകളോ കൂടുന്നതല്ല റിച്ച്നെസ്, സമ്പാദ്യം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, അൽ ഗിനാ ഗിനൻ നഫ്സ്, മനുഷ്യന്റെ മനസ്സിൽ ഖൽബിൽ തോന്നുന്നതാണ് സമ്പാദ്യം, ഖൽബിൽ തോന്നുന്നതാണ് മുതലാളി. ഹൃദയത്തിനുള്ളിൽ തോന്നണം, റബ്ബേ എന്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടാൽ എത്ര ലക്ഷങ്ങൾ വേണ്ടിവരും, എന്റെ ബ്രെയിന് പോയാൽ എത്ര ലക്ഷങ്ങൾ വേണ്ടിവരും, ഒരു കാല് നഷ്ടപ്പെട്ട് ഫേക്ക് കാല് വെക്കണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണ്ടിവരും, കണ്ണു പോയാൽ അതിന് പകരം കണ്ണു വെക്കാൻ ഞാൻ എത്ര കോടികൾ ചെലവഴിക്കേണ്ടി വരും. എന്റെ ശരീരത്തിൽ ഇതെല്ലാം സന്നിവേശിപ്പിച്ച റബ്ബേ
എന്റെ കീശയിൽ കാശില്ലെങ്കിലും എന്റെ ശരീരം മുഴുവനും നിന്റെ നിഅമത്ത് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് എന്ന് മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളാണ് മുതലാളി, നിങ്ങളാണ് ഗനിയ്, നിങ്ങളാണ് ഥരിയ്, നിങ്ങളാണ് ഏറ്റവും വലിയ മുതലാളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഗ്നൽ ഗിനാ അൽ ഖനാഅ. അതുകൊണ്ട് സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം, റിച്ച്നെസ്സിൽ, സമ്പാദ്യത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അൽ ഖനാഅ, കണ്ടന്റ്മെന്റ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയലാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയലാണ് സമ്പാദ്യങ്ങളിലെ ഏറ്റവും വലിയ സമ്പാദ്യം. The best of richness is contentment. Be happy with what you have. ഇതാണ് പുണ്യനബി പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ നമ്മൾ ബേജാറാവുന്നത്? എന്തിനാ നമ്മൾ പരാതി പറയുന്നത്? നമ്മുടെ സമ്പാദ്യങ്ങൾ അല്ലാഹുവിന് ശുക്റും അവന്റെ പരീക്ഷണങ്ങൾക്ക് സബറും നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. സ്വഹാബിമാർ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോഴും റദീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനേ, ശ്രദ്ധിച്ചു കേൾക്കണേ. ദാഖ തുഅമൽ ഈമാൻ, വിശ്വാസത്തിനൊരു മധുരമുണ്ട്. There is a sweetness for your faith. ഈമാനിനൊരു മധുരമുണ്ട്. ദാഖ, ആർക്ക് രുചിക്കാൻ കഴിയുമതെന്നറിയുമോ? ആർക്കാണ് ഈമാനിന്റെ സ്വീറ്റ്നെസ്, അതിന്റെ മധുരം അറിയാൻ കഴിയുന്നത്? മൻ റദിയ ബില്ലാഹി റബ്ബാ. എന്തൊക്കെ ലോകത്ത് നടന്നാലും, എന്തെല്ലാം സംഭവ വികാസങ്ങൾ, രാഷ്ട്രീയ കോലാഹലങ്ങൾ, യുദ്ധങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഭൂചലനങ്ങളും ടൊർണാഡോസും എർത്ത് ക്വയ്ക്കുകളും എന്തൊക്കെ നടന്നാലും റദീതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബ് അല്ലാഹുവേ നീയാണ് എന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാൾ. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാം എന്റെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നവർ. എങ്ങനെ? കൂടെയുള്ളവന് ഗേൾഫ്രണ്ടും കൂടെയുള്ളവൾക്ക് ബോയ് ഫ്രണ്ടും ഉണ്ടായിരിക്കെ എനിക്കത് വേണ്ട എന്ന് പറയുമ്പോ, എന്റെ ദീൻ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോ, കൂടെയുള്ളവർ രാത്രിയോ പകലോ ലഹരി കടിമകളാണ് എന്നറിയുമ്പോ, അവര് ലഹരി കഴിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അവരെ ലഹരി കടിമകളാണ് എന്നറിയുമ്പോ എന്റെ ദീൻ അതെന്നെ അനുവദിക്കുന്നില്ല. കൂടെയുള്ള പെൺകുട്ടികൾ മുസ്ലിമീങ്ങൾ തന്നെ ഹിജാബില്ലാതെ ക്യാമ്പസിലൂടെ വലസുമ്പോ എന്റെ റബ്ബിനത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഹിജാബ് ധരിക്കുന്ന ഒരു പെണ്ണ്. കൂടെയുള്ള ആളുകൾ നല്ല ശമ്പളമുണ്ട്, ബാങ്ക് ജോലിക്ക്, പലിശയുമായി ബന്ധപ്പെട്ട ജോലിക്ക് ശമ്പളമുണ്ട്, ഞാൻ ആ ജോലിക്ക് പോകുന്നു എന്ന് പറയുമ്പോ എന്റെ ദീൻ എന്നെ അനുവദിക്കുന്നില്ല, എനിക്കത് വേണ്ട എന്ന് പറയുമ്പോ, കൂടെയുള്ളവർ ലഞ്ച് സമയത്ത് ഇഷ്ടമുള്ള ഭക്ഷണം രസിച്ചും ചിരിച്ചും കളിച്ചും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ലഞ്ച് ടൈമിന്റെ 40 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ ഒരു 5 മിനിറ്റ് എന്റെ നിസ്കാരത്തിന് എനിക്ക് ചെലവഴിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിച്ചെന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. കൂടെയുള്ള ആളുകൾ കള്ള ബില്ലുണ്ടാക്കി കാശുണ്ടാക്കുമ്പോ, മാർക്കറ്റിംഗിന്റെ പേരിൽ പറഞ്ഞ് കാശുണ്ടാക്കുമ്പോ എന്റെ മുതലാളി അനുവദിക്കുന്ന ശമ്പളമേ എനിക്ക് പാടുള്ളൂ, എന്റെ മുതലാളി അറിയാതെ അയാളുടെ ബിസിനസിന്റെ ഭാഗമായി ഞാൻ ജോലി ചെയ്യുമ്പോ അന്യായമായി ഞാനൊന്നും സമ്പാദിക്കുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കള്ളക്കണക്കുണ്ടാക്കുന്ന ബില്ലിന് കൂട്ടുനിൽക്കാതെ ഒരു മുസ്ലിം മാറി നിൽക്കുമ്പോ റളിതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ, കൂടെയുള്ള ആളുകൾ റോക്ക് റാപ്പ് മ്യൂസിക്കുകൾ വെച്ച് ആടിത്തിമിർക്കുമ്പോ നൃത്തമാടുമ്പോ എന്റെ റബ്ബിന് മ്യൂസിക് ഇഷ്ടമല്ല, എന്റെ ശരീരത്തിന് ഇഷ്ടമായിരിക്കാം, പക്ഷെ എന്റെ റബ്ബിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എന്റെ ദീൻ എന്തേ ഇങ്ങനെയായത് എന്ന് പോലും ചിന്തിക്കാതെ വബിൽ ഇസ്ലാമി ദീനാ, വിവാഹത്തിലൂടെ ഒരു ബന്ധമാണ് ഒരു പെണ്ണിനോട് ഒരാണിനുള്ളത് എന്നിരിക്കെ പ്രേമബന്ധങ്ങൾ എന്റെ ദീൻ അനുവദിക്കില്ലെങ്കിൽ പോലും ആ ദീൻ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന വിശ്വാസി. കാശ് കിട്ടുന്ന പല തട്ടിപ്പുകളും, ഗവൺമെന്റിനെ പറ്റിക്കുന്ന പല ജോലികളും, അത്തരം ബിസിനസ്സുകളും കൂടെയുള്ള ആളുകൾ ഉണ്ടാക്കി 2-4 നാളുകളെ കൊണ്ട് കോടീശ്വരന്മായി മാറുമ്പോൾ എന്റെ ദീൻ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എന്റെ ദീൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന മുഅ്മിൻ.
എന്റെ കൂടെയുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അത് ചെയ്യണമെന്ന് എന്റെ ശരീരം എന്നോട് 100 തവണ 1000 തവണ പറയുമ്പോഴും ഞാനത് ചെയ്യില്ല എന്ന് പറയുന്ന സഹോദരി, ഹിജാബ് അഴിക്കാതെ ജീവിക്കുന്ന സഹോദരി, നീയെ നിസ്കാരത്തിന് സമയമില്ലെങ്കിലും ഉള്ള ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന ഇടങ്ങളിൽ ചെന്ന് നിസ്കരിച്ച് അള്ളാഹുവിനോടുള്ള വിധേയത്വം കാണിക്കുമ്പോഴും എന്റെ ദീൻ എന്തേ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചു എന്ന് പോലും ചിന്തിക്കാതെ എന്റെ ഇസ്ലാം എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന വിശ്വാസി, അത്തരക്കാർക്ക് ഈമാനിന്റെ മധുരമറിയാമെന്ന് റസൂലുള്ളാഹി വബി മുഹമ്മദിൻ നബിയാ. എന്റെ റസൂൽ അള്ളാന്റെ റസൂലാണ്. എന്റെ പുണ്യ നബി വെറുതെ പറയുകയല്ല. എന്റെ നബി എന്താണോ 7 ആകാശങ്ങൾക്കപ്പുറങ്ങൾക്ക് സൃഷ്ടിലോകത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന ചരാചരങ്ങൾക്ക് അതീതനായ സമയം സൃഷ്ടിച്ചവനായ, എന്നാൽ സമയത്തിന് വിധേയനല്ലാത്ത, കണ്ണുകളെ കൊണ്ട് ഈ ലോകത്ത് കാണപ്പെടാത്ത ഈ പ്രപഞ്ചത്തിലെ സർവ്വതിന്റെയും സൃഷ്ടാവായ ഖാലിഖുൻ മഖ്ലൂഖുമാ, ഖാലിഖായ സർവ്വ മഖ്ലൂഖിന്റെയും ഖാലിഖായ അല്ലാഹു എന്റെ റബ്ബ് എന്താണോ എന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന, ആ വഹയാണ് എന്റെ റസൂലിന്റെ ഹദീസുകൾ. അതുകൊണ്ട് പുണ്യ നബിയെ എനിക്കിഷ്ടമാണ്. എന്റെ റസൂൽ എന്നോട് ചിലത് ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ, പന്നിമാംസം കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ, പോർക്ക് കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ, മദ്യം നുകരല്ലേ എന്ന് പറഞ്ഞപ്പോ, ഇൻടോക്സിക്കന്റുകൾ, മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന, ബുദ്ധിയെ തകരാറിലാക്കുന്ന, മത്ത് പിടിപ്പിക്കുന്ന മുസ്കിറാത്തുകൾ, ഇൻടോക്സിക്കന്റുകൾ ഉപയോഗിക്കരുത് എന്ന് എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ റസൂലിന് മ്യൂസിക്കോ വാദ്യോപകരണങ്ങളോ, പെണ്ണുങ്ങൾ പുരുഷന്മാരുമായി കൂടിക്കലരുന്ന ഇടപഴകുന്ന പരിപാടികൾ എന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും എന്റെ റസൂലിനെ എനിക്ക് ഇഷ്ടമാണ്, എന്റെ റസൂല് പറഞ്ഞതും എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന വിശ്വാസിക്ക് മാത്രമേ ഈമാനിന്റെ മധുരമറിയാൻ കഴിയൂ. വഅദുണ്ടെങ്കിൽ വഅദിന്റെ സദസ്സിലുണ്ട്, ഗാനമേളയുണ്ടെങ്കിൽ അവിടെയും മുമ്പിലുണ്ട്. ഇവർക്ക് ഈമാനിന്റെ മധുരമറിയില്ല. സ്വന്തം കച്ചവട സ്ഥാപനം വാടകയ്ക്ക് കൊടുക്കുമ്പോ പലിശക്കാരൻ വന്ന് മാസാമാസം ഈ നാട്ടിൽ ആര് തരുന്നതിനേക്കാളും കൂടുതൽ വാടക ഞാൻ തരാമെന്ന് പറയുമ്പോ പലിശ ജായിസാക്കാൻ എന്തെങ്കിലും മുസ്ലിയാരുടെ വാക്കുകളുണ്ടോ എന്ന് നോക്കിയിട്ട് അള്ളാഹുവിന്റെ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ അന്വേഷിക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഹജ്ജും ഉംറയും അങ്ങനെ കിടക്കുന്നു എന്ന് വിചാരിക്ക്. ഈമാനിന്റെ മധുരമറിയാൻ കഴിയില്ല കേട്ടോ. പ്രയാസങ്ങൾക്കിടയിലും സ്വഹാബിമാർ ഇത്രയും വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയത് അന്നുജൂമു അമനതുൽ ലിസ്സമാ, ആകാശത്തിന്റെ രക്ഷകളാണ് നക്ഷത്രങ്ങൾ. വഅന അമനതുൽ ലിഅസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബികൾക്ക് രക്ഷയാണ്. ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ, എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ സ്വഹാബികൾക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. വഅസ്ഹാബി, എന്റെ സ്വഹാബിമാർ അമനതുൽ ലിഉമ്മതി, എന്റെ ഉമ്മത്തികൾക്ക് സുരക്ഷയാണ്. ഫഇദാ ദഹബ സുഹാബി, എന്റെ സ്വഹാബിമാർ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ അതാ ഉമ്മതി മാ യുഅദൂൻ, പ്രതിസന്ധികളിലേക്ക് എന്റെ ഉമ്മത്തിന് കടന്നു പോകേണ്ടി വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നറിയോ? ശുഹദാ അലന്നാസ്, അല്ലാഹു സാക്ഷികളാണ് എന്ന് പറഞ്ഞ സ്വഹാബിമാർ, അവർ സത്യസന്ധരാണ്. ഹദീസിന്റെ റിവായത്തുകളിൽ അതിന്റെ സിൽസിലയിൽ റാവിമാരായ ആളുകളെ പഠിക്കുമ്പോ ഒരു താബിഈ അവർക്കും ശേഷം വന്നവരെയൊക്കെ പഠിച്ചാലും ഒരു സ്വഹാബിയുടെ അരികത്തേക്ക് എത്തിയാൽ ആ സ്വഹാബി സത്യസന്ധനാണോ എന്ന് അവിടെ പരിശോധിക്കേണ്ട ആവശ്യമേ ഇല്ല. അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബിമാരും മുഴുവനും സത്യസന്ധരാണ്. എന്തുകൊണ്ട്? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹു സാക്ഷി പറയുന്നത് സ്വഹാബികളെ കൊണ്ട്. സാക്ഷി പറയണമെങ്കിൽ സത്യസന്ധരാവണം. അല്ലാഹു സത്യസന്ധത പ്രഖ്യാപിച്ചവരാണ് സ്വഹാബിമാർ. അതുകൊണ്ട് ഒരു സ്വഹാബിയെ കുറിച്ചും അവരെ സത്യസന്ധരാണോ അല്ലയോ എന്നൊരു ചർച്ച ഹദീസ് പണ്ഡിതന്മാരുടെ ലോകത്തില്ല തന്നെ. കുല്ലുഹും ഉദൂൽ, ഈമാനിന്റെ മധുരമറിഞ്ഞവരാണ്.
കഴിഞ്ഞവരാണ്, എല്ലാവരും സത്യസന്ധരാണ്. അങ്ങനെ റബ്ബ് തെരഞ്ഞെടുത്തു കൊടുത്ത സ്വഹാബികളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ കൈമാറ്റം ചെയ്തത്, അവരിലൂടെയാണ് ഹദീസുകൾ കൈമാറ്റം ചെയ്തത്, അവരിലൂടെയാണ് ഹബീബിന്റെ ദീൻ നമ്മിലേക്ക് എത്തിയത്. അതുകൊണ്ട് നമ്മുടെ ഓരോ നിസ്കാരത്തിന്റെയും ഓരോഹരി സ്വഹാബിമാർക്ക് പോകുന്നു. നമ്മുടെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും നമ്മുടെ ദഅവത്തിന്റെയും വഅദിന്റെയും മജ്ലിസിന്റെയും ദിക്റിന്റെയും ഓരോഹരി നമ്മുടെ സ്വഹാബിമാർക്ക് പോകുന്നു. അവരുടെ ഓരോഹരി അഷ്റഫുൽ ഖൽഖിന് കിട്ടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്ത് ഇങ്ങനെ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ മുൻഗാമികളോട്, അവരവരുടെ മുൻഗാമികളോട് അവസാനം എത്തിച്ചേരുന്ന അവസാനത്തെ ജനറേഷൻ അസ്ഹാബു റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാൻ എൻ്റെ വയറ് ഒട്ടിയിട്ട് വിശപ്പ് സഹിച്ചിട്ട് മദീന പള്ളിയുടെ ഹബീബിന്റെ മിമ്പറിന്റെയും ഹബീബിന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം, അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന സ്ഥലം. മാ ബൈന ബൈതി വ മിമ്പരി, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണ്. വഹുവ കമാ ഖാല നബി, തങ്ങൾ പറഞ്ഞ പോലെ ആ സ്ഥലം സ്വർഗ്ഗത്തിന്റെ കഷ്ണം തന്നെ എന്നാണ് ഇതിന് മഹാന്മാർ കൊടുത്ത അർത്ഥം. ആ സ്ഥലത്ത് തലകറങ്ങി വീണിട്ടുള്ള ഒരു സ്വഹാബിയുണ്ട്. ആ ജന്നത്തിൽ, ആ സ്വർഗ്ഗത്തിന്റെ കഷ്ണമെന്ന് പറഞ്ഞ സ്ഥലത്ത് മുഖം കുത്തി അമർന്ന് വീണുപോയിരുന്നൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ പേരാണ് 5000-ലേറെ ഹദീസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാൻ പറയുകയാണ്, ഞാൻ അവിടെ കിടക്കുമ്പോൾ ചില ആളുകൾ എന്റെ വയറ്റത്തും എന്റെ കാലിലും ചവിട്ടിപ്പോകും. അവര് വിചാരിക്കുന്നത് അപസ്മാരമിളകി കിടക്കുകയാണെന്നാണ്. അവര് വിചാരിക്കുന്നത് എനിക്കെന്തോ ഭ്രാന്ത് പിടിച്ച് കിടക്കുകയാണെന്നാണ്. വമാ ബീ ഇല്ലൽ ജൂ, വിശപ്പേ എന്റെ കയ്യിലുള്ളൂ, എനിക്ക് വിശപ്പ് മാത്രമാണുള്ളത്, ഭ്രാന്ത് പിടിച്ചതല്ല, എനിക്ക് ഫിക്സ് സംഭവിച്ചു പോയതല്ല, എപ്പിലെപ്സി പിടിച്ചതല്ല, ഞാൻ വിശന്നിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ചെടുത്ത ഹദീസുകളാണ് അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് നമ്മൾ ഓതുന്ന ഹദീസുകൾ മുഴുവനും. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വമാ മിൻഹും അഹദുൻ ഇല്ലാ സാറ അമീറൻ അലാ മിസ്രിൻ മിനൽ അംസാർ. 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആ സ്വഹാബിമാർ ഓരോരുത്തരും ഓരോ രാജ്യങ്ങളുടെ ഗവർണർമാരായി നിയോഗിക്കപ്പെടുകയാണ്. കൂഫയുടെ അമീർ, ബസ്രയുടെ അമീർ, ബഗ്ദാദിന്റെ അമീർ, ഷാമിന്റെ അമീർ, ഹലബിന്റെയും ഹിംസിന്റെയും അമീർ, ഇങ്ങനെ മിസ്റിന്റെയും ഖൈറോവിന്റെയും അലക്സാൻഡ്രിയയുടെയും അമീറുമാർ. അങ്ങനെ ലോകത്തിന്റെ രാജ്യങ്ങൾക്ക് അംബാസഡർമാർ ഉള്ളതുപോലെ അന്ന് സ്വഹാബിമാർ ഓരോരുത്തരും അംബാസഡർമാരെക്കാളും വലിയ ഗവർണർ പോസ്റ്റിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടും എന്ത് സംഭവിച്ചു ആലോചിക്കണം. ദാരിദ്ര്യത്തോടെ ജീവിക്കുന്ന നാട്ടിൽ, ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് നിസ്കാരവും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയും നമ്മുടെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ബദരീങ്ങൾ ആണ്ടിന്റെയും മജ്ലിസുൻ നൂറിന്റെയും മജ്ലിസുകളിൽ നമ്മൾ ഇരിക്കുമ്പോ കയ്യിൽ 4 കാശ് വരുമ്പോൾ ഇതിനേക്കാളും നല്ലത് ബിദ്അത്താണ് എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക. നമ്മുടെ കയ്യിൽ കാശ് കിട്ടുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുകയാണ്. ഈ സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കാൻ മഹാനായ ശംസുൽ ഉലമയുടെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ, മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാരുടെ, മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ആ ഒരു പാരമ്പര്യത്തിൽ കഴിഞ്ഞു വന്ന മഹത്തുക്കളായ സച്ചരിതർ കാണിച്ചു തന്ന മഹിതമായ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞുപോയ 100 കണക്കിന് ഔലിയാക്കന്മാർ, ആലിമീങ്ങൾ, സദാതീങ്ങൾ, സുദ്ദീഖീങ്ങളും സച്ചരിതരുമായ അൽ ഉലമാഉൽ ആമിലൂന റബ്ബാനിയൂൻ, ആ പാതയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ധൈര്യം കൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ത്യാഗം ചെയ്യുന്നത്. എന്നാൽ
മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയട്ടെ, ഫഹൽ തഗയ്യറൂ ഔ തബദ്ദലത് നഫൂസുഹും ലമ്മാ ജാഅത് ഖസാഇനു കിസ്റാ വ ഖൈസർ. കിസ്റയുടെയും കൈസറിന്റെയും സ്വത്തുക്കൾ, കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങളും കോട്ടകളും ദീനിന്റെ കയ്യിലേക്ക് വന്നപ്പോ, ഇസ്ലാമിന്റെ ഖസാനയിലേക്ക് വന്നപ്പോൾ, മുൻകാലത്ത് പട്ടിണിപ്പാവങ്ങളായി വയറൊട്ടി ബോധം കെട്ട് വീണ് കിടന്നിരുന്ന ഈ സ്വഹാബിമാർ കാശ് കണ്ടതിന്റെ പേരിൽ അവരിൽ മാറ്റങ്ങൾ ഉണ്ടായില്ല, സമ്പത്തുണ്ടായതിന്റെ പേരിൽ മാറ്റങ്ങൾ ഉണ്ടായില്ല. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരനായിരുന്നു, പക്ഷേ ഇബാദത്തിന് കുറവില്ല. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് ജോലിയുണ്ടായിരുന്നു, പക്ഷേ മഹാനവറുടെ ഇബാദത്തിൽ കുറവുണ്ടായിട്ടില്ല. ഇമാം ഷാഫിഈ തങ്ങൾ ജഡ്ജായി വരെ നിയമിക്കപ്പെട്ട ആളാണ്, പക്ഷേ ആ മഹാന്റെ വിറുദുകളിലും മഹാന്റെ രാത്രിയുടെ നിസ്കാരങ്ങളിലും ഒരു കുറവും സംഭവിച്ചില്ല. ഇത് പറയുന്നത് സ്വഹാബിമാരുടെ കൈകളിൽ സമ്പത്ത് കൊടുത്തപ്പോൾ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായില്ല. ഇനി നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്കുകയാണ്. നമ്മുടെ കൈകളിൽ സമ്പത്ത് വരുമ്പോൾ ചിന്തകൾ മാറുന്നുവോ? ആശയങ്ങൾ മാറുന്നുവോ? നമ്മുടെ ഇബാദത്തിൽ കുറവ് സംഭവിക്കുന്നുവോ? നമ്മുടെ വീക്ഷണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവോ? എങ്കിൽ അത് അപകടമാണ്. സത്യം ദാരിദ്ര്യത്തിലും സമ്പത്തിലും സത്യം സത്യം തന്നെയാണ്. പരീക്ഷണത്തിലും സുഖലോലുപതയിലും ഹക്ക് തന്നെയാണ്. സത്യം സത്യം തന്നെയാണ്. സത്യത്തിനെന്നും 16 വയസ്സെന്ന് പറയുന്ന പോലെ വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. അതുകൊണ്ട് സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ന്യായത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുക. അഖീദയിലും വിശ്വാസത്തിലും കർമ്മങ്ങളിലും മാറ്റങ്ങൾ വരുന്നത് നന്മയ്ക്ക് വേണ്ടിയുള്ള മാറ്റങ്ങൾ മാത്രമാവുക. തിന്മയിലേക്കോ ബിദ്അത്തിലേക്കോ പോവാതിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കട്ടെ. ഈ സ്വഹാബിമാരെന്ന മഹാമലകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന എണ്ണിയാൽ തീരാത്ത ഉദാത്തമായ മാതൃകയുടെ മുമ്പിലാ നമ്മൾ നിൽക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു റബ്ബേ, ഞങ്ങൾക്ക് അവരെ ഇഷ്ടമാണല്ലോ. കാരണം നിന്റെ റസൂലാണ് പറഞ്ഞത്, അൻത മഅ മൻ അഹ്ബബ്ത, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അവരോടൊപ്പമാണ്. ഖുദ്സിയായ ഹദീസിൽ റബ്ബേ നീ പറഞ്ഞ പോലെ ശഫഅൽ അംബിയാ വശഫഅസ് സിദ്ദീഖൂൻ വശഫഅസ് ശുഹദാ. ഖിയാമത്ത് നാളിൽ പ്രവാചകന്മാർ ശഫാഅത്ത് ചെയ്യുമ്പോൾ, സച്ചരിതരായ ആളുകൾ ശഫാഅത്ത് ചെയ്യുമ്പോൾ, ശുഹദാക്കൾ ശഫാഅത്ത് ചെയ്യുമ്പോൾ, അല്ലാഹുവേ നിന്റെ സിദ്ദീഖീങ്ങളിലുണ്ടല്ലോ സച്ചരിതരായ ആലിമീങ്ങൾ, നിന്റെ ഔലിയാക്കന്മാർ, നിന്റെ ആബിദീങ്ങൾ, നിന്റെ താബിഈങ്ങളും താബിഈങ്ങളും ഹബീബിന്റെ സ്വഹാബിമാരും. അല്ലാഹുവേ ഞങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് അവര് പോകുന്ന സ്വർഗത്തിലെത്താൻ കഴിയുമെന്നല്ലേ. അവരെ പോലെ ജീവിക്കാനായില്ലെങ്കിലും നിസ്കാരവും നോമ്പും ദീനിന്റെ ഫറായിദുകൾ പാലിക്കുകയും ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്ത് ഖൽബിൽ സജ്ജനങ്ങളോടും മഹബ്ബത്തുണ്ടെങ്കിൽ സ്വർഗം ഉറപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. എന്നാ നബിയെ ഖിയാമത്ത് നാൾ എന്നാണ് നബിയെ ലോകാവസാനത്തിന്റെ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു വന്ന സ്വഹാബിയോട് പുണ്യ നബി മറുത്തൊരു ചോദ്യം ചോദിച്ചുവല്ലോ, വമാ അഅദത ലഹാ. അതിന്റെ ഡേറ്റ് അറിയുന്നതല്ല പ്രാധാന്യം, എന്താണ് നിന്റെ കയ്യിലുള്ളത് പരലോകത്തിന് വേണ്ടി, എന്താണ് ആഖിറത്തിന് വേണ്ടി കയ്യിൽ കരുതിയത്. മാ അഅദതു ലഹാ മിൻ കതീരി സിയാമിൻ വലാ സ്വലാ. നബിയെ ഒരുപാട് സുന്നത്ത് നിസ്കാരമോ സുന്നത്ത് നോമ്പോ എന്റെ കയ്യിലില്ല നബിയേ. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്, എനിക്ക് അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടമാണ് നബിയേ, അത്രേ എന്റെ കയ്യിലുള്ളൂ. ഫർള് ഞാൻ ചെയ്യും, ഹറാമ് ഞാൻ ചെയ്യൂല നബിയേ, എന്റെ ഖൽബ് നിറയെ അങ്ങയോട് സ്നേഹമാണ് എന്ന് പറഞ്ഞപ്പോഴാ ഖിയാമത്തിന്റെ ഡേറ്റ് ചോദിക്കാൻ വന്ന സ്വഹാബി പറഞ്ഞത്, ആ നബിയെ അങ്ങയോട് എനിക്ക് ഇഷ്ടമാണ്, അല്ലാഹുവിനോടും ഇഷ്ടമാണ്. ഹബീബിന്റെ മറുപടി വന്നു, അൻത മഅ മൻ അഹ്ബബ്ത. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അവരോടൊപ്പമാണ്. ചെറുപ്പക്കാരെ, ഇതൊരു ദീനിന്റെ ഖാഇദയാണ്. This is a universal rule in Islam. Anta ma'a man nabtata ma'a man ahbabta. You shall be with those whom you love. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ്. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ആരെയാണ് നിങ്ങൾ കോപ്പി ചെയ്തത്?
നിങ്ങളുടെ താടി സുന്നത്തിന്റെ താടിയാണോ അതല്ല ഏതെങ്കിലും മറ്റാരെയെങ്കിലും കോപ്പിയടിക്കാൻ വെക്കുന്ന മീശയും താടിയുമാണോ? നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ ഷേവ് ചെയ്യുന്നത്, നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതിന്റെ ഡിസൈൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ പാൻസ് കീറിയതും പറഞ്ഞതും ഉള്ളു കാണുന്നതും കാണാത്തതും എന്തൊക്കെയുണ്ടോ, നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ പെണ്ണുങ്ങൾ ആഭരണം ധരിക്കുന്ന പോലെ ധരിക്കുന്ന പരിപാടികൾ, ചെയിനായിട്ടും അല്ലാതെയും കഴുത്തിലുമൊക്കെ അണിയുന്നത്, ആരെയാണ് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാം, പക്ഷെ ഒറ്റ കാര്യം, അവര് പോകുന്നിടത്ത് നിങ്ങളും കൂടെ പോകണം. ഇതാണ് ശറഅന്റെ പക്ഷം. അതുകൊണ്ട് നീ തീരുമാനിക്കണം ആരുടെ കൂടെ പോകാനാണ് നമ്മൾ തയ്യാറായി നിൽക്കുന്നത് എന്ന്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നല്ല ചിന്തകളും ഇബാദത്തുകളും ഉണ്ടാവാനും നല്ല പരലോകത്തിന്റെ നല്ല ചിന്തകളിലേക്ക് സജീവമാകാനും നമ്മുടെ ഇരുത്തവും ഈ പറഞ്ഞതുമൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ദുആ വസിയത്തുകൾ ഉണ്ടെങ്കിൽ ഉസ്താദുമാരത് വായിക്കും. ഇൻഷാ അല്ലാഹ് വരുന്ന മതിയോ? ഇൻഷാ അല്ലാഹ് 3 ദിവസം നടന്നിരുന്ന പരിപാടിയുടെ സമാപനമാണ് നടക്കുന്നത്. 3 മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്തുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. ഓക്കേ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു. നീ പോകല്ലേ, 5 മിനിറ്റ് ഇനി പോകല്ലേ. ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കാനാണ്, ഇരുന്നിട്ടൊരു ആമീൻ പറയാം. ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല, വളരെ പെട്ടെന്ന് ഒരു ചെറിയൊരു ദുആ. നിങ്ങൾ ഇരുന്നിട്ട് ആമീൻ പറയാം. നിങ്ങൾ ഇരുന്ന മജ്ലിസിൽ തന്നെ ഇരിക്കുക, ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ വാങ്ങിയോ? 3313 വാങ്ങിച്ചോ? അജര് വാങ്ങിച്ചോളൂ. 3313 ആരെങ്കിലും കൂടുതൽ വിളിക്കുന്നുണ്ടോ? ഒരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ആണ്. 3313. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ആ സദഖയെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഒരു സഹോദരിക്ക് രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നിങ്ങളൊക്കെ കൊടുത്ത സംഭാവനകൾ അത് നിങ്ങൾ മനസ്സിൽ യഅലമു സിർറ വ അഖ്ഫ, മനസ്സിൽ നിങ്ങൾ പറയാതെ, നിങ്ങൾ മെല്ലെ പറയുന്നതും പറയാതെ മനസ്സിൽ വെക്കുന്നതും, അതാണ് അഖ്ഫ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. സിർ എന്ന് പറഞ്ഞാൽ മെല്ലെ വിസ്പറിംഗ്. അല്ലാഹു നോസ് യുവർ വിസ്പറിംഗ്. അല്ലാഹു നിങ്ങൾ മെല്ലെ അടക്കം പറയുന്നത് റബ്ബിനറിയാം. വഅഖ്ഫ, പറയാതെ പിടിച്ചു വെക്കുന്നതും റബ്ബിനറിയാം. അവ എഴുതി കൊടുത്താലും ഇല്ലെങ്കിൽ നമ്മൾ ദുആയിരൊക്കെയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്ത് ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. رحم الراحماയ മാലിക്കുൽ മുലൂക്കായ യജമാനനായ ദുബൈയിൽ സുഖമില്ലാത്തവർക്ക് വേണ്ടി അല്ലാഹു ശിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബി ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക കമാ യൻബഗി ലിഅളീമി സുൽത്താനിക വജബറൂതിക യാ അല്ലാഹ്. اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك. اللهم لك الحمد حتى ترضى. اللهم صل وسلم وزد وبارك على نبيك وحبيبك سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم. صلوات ربي وسلامه عليه ما دامت السماوات والأرض كلما ذكره الذاكرون وغفل عن ذكره الغافلون وعلى صحابته وأهل بيته وعترته وأزواجه ومن اتبع خطاه واستنى بسنته إلى يوم الدين. اللهم لك الحمد، اللهم لك الحمد، اللهم لك الحمد على ما هديتنا لهذا في رحاب هذا المسجد المبارك. اللهم لك الحمد كما جمعتنا في هذا المجلس المبارك. اللهم لك الحمد كما سنحت لنا أن نسمع إلى كلامك. اللهم لك الحمد كما جمعتنا مع المؤمنين والمؤمنات. اللهم لك الحمد، اللهم لك الحمد كما وفقتنا